പ്രേക്ഷകർക്കും ഫ്ലവേഴ്സ് ഒരു കോടിയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് വളരെ പ്രശസ്തരായ രണ്ട് വ്യക്തികളുണ്ട്. അമ്മാമ്മയുടെ കൊച്ചുമോൻ, അമ്മാമ്മയും വരും കൊച്ചുമോനും വരും. ഈ അമ്മാമ്മ മേരി ജോസഫാണ്, കൊച്ചുമോൻ ജിൻസൺ തങ്കച്ചൻ. ഇവർ രണ്ടുപേരും വടക്കം പറവൂറുകാരാണ്. ഇവർ രണ്ടുപേരും യൂട്യൂബിൽ വളരെ പ്രസിദ്ധരായ ആൾക്കാരാണ്. അമ്മാമ്മയുടെ കൊച്ചുമോൻ അമ്മാമ്മ കൊച്ചുമോനുമായി വന്നാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഈ വേദിയിൽ ഇന്ന് അരങ്ങേറാൻ പോകുന്നത്. അമ്മാമ്മയുണ്ട്, കൊച്ചുമോനുമുണ്ട്. ഓടിട്ട ഈ ചെറിയ വീട്ടിൽ നിന്നും മേരി ജോസഫ് എന്ന അമ്മാമ്മയും ജിൻസൺ തങ്കച്ചൻ എന്ന കൊച്ചുമോനും വലിയൊരു വീടിന്റെ സുഖസൗകര്യങ്ങളിലേക്ക് ഇങ്ങനെ നടന്നെത്തിയത് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലാകുന്നത് പോലെ അത്ര പെട്ടെന്നൊന്നുമായിരുന്നില്ല. ലോകത്തെവിടെയും മലയാളികൾ സ്നേഹത്തോടെ തിരിച്ചറിയുന്ന ഇരുവരുടെയും താരപദവിക്ക് പിന്നിൽ അമ്മാമ്മയുടെ കൊച്ചുമോൻ എന്ന യൂട്യൂബ് ചാനലിന്റെ പ്രേക്ഷക പ്രീതിയും പ്രശസ്തിയുമുണ്ട്. വാചകമടി പോലെ പാചകവും നന്നായി വഴങ്ങുന്ന മേരി ജോസഫും ജിൻസൺ തങ്കച്ചനും സോഷ്യൽ മീഡിയയിലെ താരത്തിളക്കത്തിലും കൈവിടാത്ത കൈപുണ്യവുമായി ഇപ്പോഴും വീട്ടിലെ അച്ചാർ നിർമ്മാണത്തിൽ സജീവമാണ്. കൂട്ടുകുടുംബത്തിന്റെ ആഹ്ലാദവും ആത്മവിശ്വാസവും കൂടി കൂട്ടിനുണ്ട് അമ്മാമ്മയ്ക്കും കൊച്ചുമോനുമൊപ്പം. യൂട്യൂബിൽ മാത്രമല്ല, മലയാളികളുടെ മനസ്സിലും വൈറലായി മാറിയ ഈ അമ്മാമ്മയും കൊച്ചുമോനും മേരി ജോസഫും ജിൻസൺ തങ്കച്ചനും എത്തുന്നു അറിവിന്റെ വേദിയിലേക്ക്. നമസ്കാരം അമ്മമ്മ. നമസ്കാരം നമസ്കാരം അമ്മാമ്മ. നമസ്കാരം കൊച്ചുമോനും. നമസ്കാരം അമ്മാമ്മയും കൊച്ചുമോനും. സുഖമായിരിക്കുന്നോ? അമ്മാമ്മ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചോ? ആ, ഇപ്പൊ എത്ര വയസ്സായി കാണും എല്ലാം കൂടെ? 89 ഓടിക്കൊണ്ടിരിക്കുക. സൂപ്പറായി അമ്മാമ്മ. കാര്യം എന്തറിയാ, അമ്മാമ്മ ഇപ്പോഴും ഭയങ്കര സ്മാർട്ടല്ലേ. ഇപ്പൊ ഒരു 10-25 വയസ്സുകാരിയുടെ കൂട്ട് വെബ്സൈറ്റ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഷൈൻ ചെയ്യല്ലേ, യൂട്യൂബില് അല്ലേ? ഒരുപാട് പേര് കാണുന്നില്ലേ ഇപ്പൊ അല്ലേ? വഴിയിലേക്ക് വെച്ച് കണ്ട ആളിനെ തിരിച്ചറിയോ? പിന്നെ ഒരുപാട് ആൾക്കാർ വരുവോ അമ്മമ്മ എടുത്തോട്ട് ഫോട്ടോ എടുക്കാനും സെൽഫി? പിന്നെ അല്ല കളി. ആ, അമ്മമ്മ രണ്ടും സിനിമകളിലൊക്കെ അഭിനയിച്ചില്ലയോ? ഏത് സിനിമ അഭിനയിച്ചേ? ഒരു തെലുങ്ക് പടം. ആ, ഒന്ന് മമ്മൂട്ടി നായകനായ ഒരു സിനിമയിലേക്ക് വിളിച്ചിട്ട് പോയില്ലെന്ന് പറഞ്ഞു. അതറിഞ്ഞ പോയില്ല. നൻപകൽ നേരത്ത് മയക്കം. നൻപകൽ നേരത്ത് മയക്കം അമ്മമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല. അതല്ല, ആ പിന്നെ എന്റെ മോക്കടെ കൊച്ചിന്റെ കല്യാണമായിരുന്നു, അതുകൊണ്ട് ബുക്കിംഗ് വേണ്ടാന്ന് വെച്ചു അല്ലേ? അപ്പൊ ഇത് കൊറേ ദിവസം നിക്കണം അവിടെ. സിനിമയിൽ അഭിനയിക്കുന്നതൊക്കെ ഇഷ്ടമാണോ? കൊച്ചുമോന്റെ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ട്? കൂടെ വീഡിയോ പിടിക്കുന്നുണ്ടല്ലോ, രണ്ടുപേരുള്ള വീഡിയോ അല്ലേ യൂട്യൂബിൽ വരുന്നത് അല്ലേ? ആ, അതെങ്ങനെ? ഇത് ആരാ ആലോചിച്ചത് സംഭവം? ആ, ഈ പേരിട്ടതാരാ? അമ്മാമ്മയും കൊച്ചുമോനും എന്നുള്ള പേര് കിട്ടണത് അനസ് എന്ന് പറഞ്ഞ ഒരിക്കണ്. തട്ടകം എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ഒക്കെ അഡ്മിനായിരുന്നു പുള്ളി. അപ്പൊ പുള്ളിയാണ് ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പുള്ളിയുടെ പേജിൽ ഈ അമ്മാമ്മയും കൊച്ചുമോനും മിക്കവാറും ജനഹൃദയങ്ങൾ കീഴടക്കുമെന്നും പറഞ്ഞിട്ട് ഒരു തമ്പനയിലൊക്കെ സെറ്റ് ചെയ്തിട്ടത്. അപ്പൊ അത് കണ്ടപ്പോ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. പുള്ളി എനിക്ക് അയച്ചു തന്നു. അപ്പൊ അമ്മാമ്മയും കൊച്ചുമോനും അങ്ങനെ പേരിട്ടത്? അങ്ങനെയാണ് ആ പേര് വരുന്നത്. അമ്മാമ്മയുടെ കൊച്ചുമോനല്ല, അമ്മാമ്മയും കൊച്ചുമോനും. കൊച്ചുമോനാണ്. കൊച്ചുമോനാണോ? എങ്ങനെയാ നിങ്ങളുടെ ബന്ധം? എന്റെ മോന്റെ മോന. ഓ, ചുമ്മാതല്ല. അപ്പൊ അമ്മാമ്മ ഹിറ്റായി കഴിഞ്ഞപ്പോഴേ ഇറങ്ങിടക്കുമ്പോ ആരാധകരൊക്കെ വന്ന് ശല്യപ്പെടുത്തുന്നുണ്ടോ? ഉണ്ട്. ഫോട്ടോ എടുക്കാൻ വലിയ വേളമാണോ ആൾക്കാര്? പക്ഷെ നിരാശപ്പെടുത്തു. എല്ലാവർക്കും എടുത്തു കൊടുക്കുവോ? എല്ലാവർക്കും വലിയവർക്കൊക്കെ കൊടുക്കും. അമ്മാമ്മയുടെ അഭിനയത്തെ കുറിച്ച് നാട്ടുകാർ എന്താ പറയുന്നത്? സൂപ്പറാണെന്ന് പറയുന്നു. ആണല്ലേ? ഒരു കുഴപ്പമില്ലെന്ന് പറയും. കോമഡി ഉത്സവത്തിൽ വന്നായിരുന്നു ഇടയ്ക്ക് അല്ലേ?
തകർത്തോ കോമഡി ഉത്സവത്തിൽ പോയി? കോമഡി ഉത്സവത്തിൽ വന്നിട്ട് 9ന്റെ ഉള്ളിൽ കൂടി പൂച്ച ചാടാണ്ട് അമ്മാമ്മ കടന്ന് കഷ്ടപ്പെട്ടു പോയി. അവസാനം മനോജ് ഗെയിൻ സാർ പറഞ്ഞത് ആ പൂച്ചേനെ എങ്ങാനും എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നേനെന്നാണ് പറഞ്ഞല്ലേ. ഇഷ്ടപ്പെട്ടോ കോമഡി ഉത്സവം? ഇഷ്ടമായോ? ഈ ജിൻസൺ യഥാർത്ഥത്തില് ഈ ജിൻസൺ എന്ത് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ യൂട്യൂബ് ചാനലിലൊക്കെ വന്നത്? പ്രവാസിയായിരുന്നു. ഗൾഫിലായിരുന്നു. ഗൾഫിൽ ഞാൻ ആദ്യം തന്നെ ഒരു സാധാരണ ഹെൽപ്പറായിട്ടാണ് പോയത്. ഹെൽപ്പറായിട്ട് പോയി അവിടെ കുറച്ചാൾ എന്നൊക്കെ വർക്ക് ചെയ്തപ്പോ എനിക്ക് സംഭവം പിടികിട്ടി. ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. കാര്യം ഈ ഒരു 15,000 രൂപ 16,000 രൂപ നാട്ടിലേക്ക് അയക്കുന്നു. അവിടത്തെ ചെലവുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒന്നും സേവിങ്സും ആവണില്ല, നമ്മൾക്ക് ഒന്നും നേടാൻ പറ്റില്ലെന്ന് മനസ്സിലായി. ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ ബുദ്ധി ഉദിക്കണേ. അപ്പൊ അന്ന് ഈ വർക്കും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല, നമുക്ക് കുറച്ചും കൂടി ഒക്കെ പഠിക്കണം, കുറച്ചും കൂടി നല്ലൊരു പ്രൊഫഷൻ കണ്ടെത്തണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് സേഫ്റ്റി ഓഫീസർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി പഠിക്കാനായിട്ട് പൈസയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ഒരു വർഷത്തോളം നിന്ന് കഷ്ടപ്പെട്ട് അക്കൗണ്ടിൽ ഒരു 98,000 രൂപ 99,000 രൂപ 1,00,000 രൂപ ഇല്ല, അതിന്റെ താഴെ ആയി കഴിഞ്ഞപ്പോ ഞാൻ നാട്ടിലേക്ക് വന്ന് അമ്മേനോട് പറഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ സൈഡാക്കിക്കോ, ഞാനൊന്ന് പഠിക്കട്ടെ. കാര്യം പഠിക്കാതെ ഒന്നും അവിടെ പോയി കിടന്ന് കഷ്ടപ്പെട്ടാലും നമുക്കൊന്നും നേടാൻ പറ്റില്ല. കല്യാണം കഴിച്ചു? ഇല്ലില്ല, കല്യാണമൊക്കെ ഇവിടെ കല്യാണമൊക്കെ ഇപ്പോഴല്ലേ? അമ്മമ്മയുടെ അഡ്വൈസ് ആണോ അത്? അപ്പൊ ആ സമയത്ത് ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഒരു 99,000 രൂപ അക്കൗണ്ടിലായി കഴിഞ്ഞപ്പോ നാട്ടിൽ വന്നു ഒരു 75,000 രൂപ അതിൽ നിന്ന് എടുത്തിട്ട് പഠിക്കാൻ തീരുമാനിച്ചു. അമ്മേനോടും അമ്മാമ്മേനോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു പഠിക്കാനുള്ള ഒരു പ്ലാനാണ്. അപ്പൊ പഠിക്കണ കാര്യമാകുമ്പോ പിന്നെ ആരും എതിർപ്പില്ല, ഓക്കെ നടന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഒരു 75,000 രൂപ എടുത്ത് ഒരു 50,000 രൂപ മുടക്കി നെബോഷ് എന്ന് പറഞ്ഞൊരു കോഴ്സും ഒരു 10-20,000 രൂപ മുടക്കി അയോഷും പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ അതുമായി ബന്ധപ്പെട്ടുള്ള 1-2 കോഴ്സൊക്കെ പേപ്പറൊക്കെ റെഡിയാക്കി. ഈ നെബോഷ് എന്ന് പറഞ്ഞത് എഴുതണം, എഴുതി തന്നെ പാസ്സാവാൻ പറ്റുള്ളൂ. അങ്ങനെ നാട്ടിൽ വന്ന വെക്കേഷന് മുഴുവനും കുത്തിയിരുന്ന് പഠിച്ച് 50,000 രൂപ മുടക്കി ഒരു 3 പേപ്പർ, 2 പേപ്പർ എഴുതാനും 1 പേപ്പർ സെമിനാർ പ്രൊജക്ട് പോലെയാണ്. അങ്ങനെ ഈ 3 സബ്ജക്റ്റും അടിപൊളിയായിട്ട് എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞിട്ട് അമ്മേനെയൊക്കെ പറഞ്ഞ് അമ്മയൊക്കെ ഹാപ്പി, അമ്മാമ്മ ഹാപ്പി, എല്ലാവരും ഹാപ്പി. ലീവ് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോയി. കാര്യം ജയിച്ച റിസൾട്ട് വന്നാൽ പിന്നെ അവിടെ ജോലിക്ക് കയറാലാന്ന് ഓർത്ത് കാത്തിരുന്നൊരു 2 മാസം ഒരു 60 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും റിസൾട്ട് വന്ന് 3നും തോറ്റു. അപ്പൊ നമുക്ക് പറ്റിയ പണിയെല്ലാം ഒരിക്കൽ തിരിച്ചറിവ് അല്ലേ? അതായത് അമ്മാമനെയും അമ്മച്ചിനെയൊക്കെ വിളിച്ച് അപ്പച്ചനെയൊക്കെ വിളിച്ച് പറഞ്ഞ് ജയിച്ചാന്നാണ് വിധി ചോദിക്കണത്. തോറ്റെന്ന് പറഞ്ഞ് 3നും തോറ്റി. അപ്പൊ ഒറ്റ പേപ്പറും കിട്ടിയില്ല. അപ്പൊ അമ്മ ചോദിച്ചു എന്താണ് കാരണം എനിക്ക് ഇംഗ്ലീഷ് അത്ര മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ചോദ്യം. അപ്പൊ അവര് ചോദിക്കണത് ഒന്ന്, ഞാൻ എഴുതണ വേറൊന്ന്, മറുപടി വേറെ. അപ്പൊ ഞാൻ അമ്മ ചോദിച്ചു എന്താണ് പ്ലാൻ? ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും കൂടി ഒന്ന് പരിശ്രമിക്കുക, പൈസ ഒരു 6 മാസം കൂടി നിന്ന് ഉണ്ടാക്കിയിട്ട് ഒന്നും കൂടി വരാം, എന്നിട്ട് ഒന്നും കൂടി പരിശ്രമിക്കുക, അതിനു മുമ്പ് ഞാൻ ഇംഗ്ലീഷും കൂടി ഒന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നെ പരിശ്രമങ്ങളായി ഇംഗ്ലീഷ് പഠിച്ചെടുക്കാനും കാര്യങ്ങൾക്കായിട്ട്. എന്നിട്ട് പഠിച്ചോ ഇംഗ്ലീഷ്? ഒരു 6 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന്. അങ്ങനെ വിടൂല, ഞാൻ തിരിച്ചു വന്ന് ഈ 6 മാസം കൊണ്ട് ഉണ്ടാക്കിയ പൈസ മുടക്കി വീണ്ടും എക്സാമിന് ചേർന്ന്. അപ്പൊ എനിക്ക് അതിന്റെ ട്രിക്ക് മനസ്സിലായി, തോറ്റേന്റെ കാര്യം മനസ്സിലായി. ജയിച്ചതിന്റെ കാര്യം അപ്പോൾ ജയിക്കണത് എങ്ങനെയാ നമ്മൾ പിടിയിട്ടില്ല, തോറ്റേന്റെ കാര്യം മനസ്സിലായി. തോറ്റേന്റെ കാര്യം നമ്മള് പരിശ്രമിച്ച് അത് പിന്നെയും എഴുതി. ഞാൻ എക്സാം എഴുതി തിരിച്ചുപോയി, റിസൾട്ട് വന്നു ഹൈ ഫസ്റ്റ് ക്ലാസ്. അങ്ങനെ ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ആ കമ്പനി തന്നെ സേഫ്റ്റി ഓഫീസറായിട്ട് ജോലിക്ക് കയറി. എവിടെ? അബുദാബിയിൽ GPC എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ സേഫ്റ്റി ഓഫീസറായിട്ട് ജോലിക്ക് കയറി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ചാൾ നിന്നപ്പോഴേക്കും അനിയനെ കൊണ്ടുപോകാൻ പറ്റി. അനിയന് വിസ കിട്ടി. അനിയനെ അവിടുത്തെ ബന്ധങ്ങൾ വെച്ച് ഞാൻ അവിടെ എത്തിച്ച്, എൻ്റെ കമ്പനിയിൽ തന്നെ എത്തിച്ച്. അങ്ങനെ അനിയനെ അവിടെ ഒരു ഓഫീസിൽ കയറ്റി. അവനും അവിടെ ഒരു ഡോക്യുമെന്റ് കൺട്രോളർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കിട്ടി. ഞാൻ അവിടെ സേഫ്റ്റി ഓഫീസറായിട്ട് നിന്ന് അത്യാവശ്യം ഏണിങ്സും കാര്യങ്ങളൊക്കെ ആയി നിൽക്കണ സമയത്ത് നാട്ടിൽ ലീവിന് വന്നപ്പോഴാണ് ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിയത്. അതായത് നമ്മ പറയൂലേ, നമ്മ വിചാരിക്കണതൊന്നും അല്ല നമ്മുടെ ഫ്യൂച്ചറിൽ നടക്കാൻ പോണത്. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും നമ്മള് ഇതുകൊണ്ട് ആ ജോലി ഉപേക്ഷിച്ചിട്ടില്ല. എനിക്ക് ഇപ്പോഴും ഓഫറുകൾ ഉണ്ട്, വേണമെങ്കിൽ പോകാം. പക്ഷേ നമ്മള് എന്താണ് വേറെ രാജ്യത്ത് പോയി അറബിയുടെ കണ്ടറിൽ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ഇടയിൽ നിൽക്കണേക്കാളും എന്ത് വഴി കാണിച്ചു തന്നത് ഈ വീഡിയോസിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുക, അതിന് അത്യാവശ്യം ചില്ലറ ഉണ്ടാക്കുക. അമ്മമ്മയുടെ മുഖത്തെ ചിരിയുണ്ടോ ചില്ലറ ഉണ്ടാക്കുന്ന? പിന്നെ അല്ല, അത് വഴി കാണിച്ചു തന്നല്ലാന്നേ, അതിങ്ങനെ ഓട്ടോമാറ്റിക് ആ വഴിയിലേക്ക് ഞങ്ങൾ വരായിരുന്നു. കാര്യം കണ്ടോണ്ടിരുന്നവരുടെ അകമൊഴിഞ്ഞ സപ്പോർട്ടാണ് നമ്മളെ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമായത്. അപ്പൊ നാട്ടിൽ ഞാൻ ലീവിന് വന്നു കഴിഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരൻ, എനിക്കൊരു 6 മാസത്തെ ലോങ് ലീവ് കിട്ടി. അപ്പൊ നാട്ടിൽ വന്നപ്പോഴാണ് ഈ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ നടന്ന് അവിടുത്തെ ക്യാമ്പിൽ നിന്നാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്നും അതിനകത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നും ഒരു ഐഡിയ പറഞ്ഞു തന്നത്.
അങ്ങനെ എന്നാ ചെയ്യാലാന്ന് ഓർത്ത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയാണ് വീഡിയോ ആയി തന്നെ വീട്ടിലെ വെള്ളം കയറി. അപ്പൊ ക്യാമ്പിലായിരുന്നു തൃപ്പൂണിത്തുറ ക്യാമ്പിലായിരുന്നു. അമ്മ ക്യാമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മച്ചി? നല്ലായിരുന്നു. അതോടുകൂടിയാണ് ഈ പരിപാടി തുടങ്ങി, ഈ ബിസിനസ് തുടങ്ങിയത് അല്ലേ, പുതിയ ബിസിനസ്. അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരനും കൂടി ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങി. സഞ്ജു എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ, അവന് ഞാനും കണ്ടന്റുകൾ കുഞ്ഞു കുഞ്ഞു തമാശകളൊക്കെ എടുത്ത് ഇങ്ങനെ കണ്ടന്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരും. അത് കഴിഞ്ഞ് അവൻ ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോ അനിയനും ആ സമയത്ത് ഉണ്ടായിരുന്നു, അനിയനും ഗൾഫിൽ പോയി. പിന്നെ ഈ കണ്ടന്റ് കൂടെ ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേര്. അനിയനാണ് വന്നേക്കണേ. അനിയനാണോ? ശരി, ഇതാണ് അനിയല്ലേ. അപ്പൊ അനിയൻ നാട്ടിൽ പോയി. അങ്ങനെ ഇരിക്കെ ഇനി എന്ത് ട്വിസ്റ്റ് വേണമല്ലോ, ഒരു ട്വിസ്റ്റ് വേണം. അപ്പൊ ട്വിസ്റ്റിന് വേണ്ടി ഞാൻ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോ അമ്മാമ ഇരിക്കുന്നു. അമ്മാമ പുറത്ത് നൂല് കോർത്തോണ്ടിരിക്കണം, സൂചിയിൽ നൂല് കോർത്തോണ്ടിരിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മാമ എന്ത് ചെയ്യണം? എടാ ഇത് കുറക്കാനൊന്നും പറ്റുള്ള, പ്രായമായോണ്ട് കണ്ണിന് സൂക്ഷം കൊണ്ടോണ്ടിരിക്കണം, ഇതൊന്ന് കോർത്ത് തന്നേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താ പറഞ്ഞത്? എടാ പ്രായമായോണ്ട് കണ്ണിന് സൂക്ഷം കിട്ടുള്ളത്, ഇതൊന്ന് കോർത്ത് തന്നേന്ന് പറഞ്ഞിട്ട് ഈ സൂചി നൂല് എന്റെ നേരെ നീക്കുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ അതിനകത്ത് എവിടെയോ ഒരു കണ്ടന്റ് കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞ് വെറുതെ തമാശക്ക് പറഞ്ഞ്, അമ്മാമ പ്രായമായിട്ടൊന്നുമല്ല, മറ്റേ വെട്ടം കുറവായതുകൊണ്ടാണ് കുറക്കാൻ പറ്റാത്തത്, എനിക്കും പറ്റണമൊന്നുമില്ല, ഞാനവിടെ വെട്ടത്തേക്ക് ഒന്ന് കുറക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഷൂട്ട് ചെയ്തെടുത്ത്. എന്നിട്ട് അതിന്റെ നരേഷൻ പോലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ്, നമ്മുടെ കൂടെ ഉള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ പറയണ കുഞ്ഞു കുഞ്ഞു കള്ളങ്ങൾ അത് അത്ര വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ട് അമ്മാമ്മ സൂചിയിൽ നൂല് കുറക്കണ്. കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ടല്ല, അവിടെ വെട്ടം കുറവായതുകൊണ്ടാണ് കുറക്കാൻ പറ്റാഞ്ഞെന്നുള്ളൊരു കൗണ്ടർ അടിച്ചിട്ട് ഈ ഒരു നരേഷനും കൂടി ഇട്ട് ഒരു 15 സെക്കൻഡ് 20 സെക്കൻഡിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലേക്ക് ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യണം അമ്മാമ്മയുടെ ഒപ്പം ഉള്ളത്. അത് അത്യാവശ്യം നല്ല റീച്ചിലേക്ക് പോയി. കാരണം അതിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് അതിനകത്ത് കളങ്കൂല്ലാത്തൊരു നന്മ കിടപ്പുണ്ട്. 2 അമ്മാമ്മ ഈ പ്രായത്തിലും നല്ല സ്ഫുടമായിട്ട് സംസാരിക്കുന്നുണ്ട്. 89 വയസ്സില് അന്ന് 89 ഇല്ല, അന്ന് ചെറുപ്പല്ലേ, 86. അത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോ പിന്നെ ഓരോരുത്തർ കമന്റ്സ് ആയിട്ട് ഇടാൻ തുടങ്ങി. എടാ അമ്മാമനെ കൊണ്ട് കൂടുതൽ ചെയ്യിക്കുക, അമ്മാമ്മയുടെ ചെറിയോർക്കും ഇതും ഭയങ്കര പോസിറ്റീവ് എനർജി, അങ്ങനെ ചെയ്യിക്കാൻ പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്കും കൂടി ഇൻട്രസ്റ്റ്. ഇവിടെ വരുന്ന മത്സരാർത്ഥികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ അമ്മാമയാണ്. പ്രായം കുറഞ്ഞത് അതാണെന്നേ. ഓക്കെ, നമ്മള് തിരിച്ചിട്ടാ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാ. അപ്പൊ അമ്മാമയ്ക്ക് സ്വാഗതം. അപ്പൊ ആരൊക്കെയായിരുന്നു കൂടെ വന്നിരിക്കുന്നത്? അമ്മ പരിചയപ്പെടുത്തി. അനിയൻ എന്താ പേര്? ലക്സൻ അല്ലേ? അമ്മച്ചി എന്തോ വിളിക്കുന്നത്? ലക്സ എന്നാ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്റെ വൈഫ്, ഇവന്റെ ഭാര്യ, മറ്റേത് അവന്റെ ഭാര്യ. അവന്റെ ഭാര്യ ഇവന്റെ ഭാര്യ മാറിപ്പോൻ പാടില്ല, അതല്ലേ പ്രശ്നം. ഓക്കെ, അടുക്കിരിക്കുന്നത് ലക്സന്റെ ഭാര്യ. ലക്സന്റെ ഭാര്യയാണിത് അല്ലേ? അപ്പൊ ലക്സൻ അല്ലാത്ത ആളുടെ ഭാര്യയാണിത്. അത് ജിൻസന്റെ ഭാര്യ. അമ്മച്ചിക്ക് മാറിപ്പോവോ? ഇല്ലല്ലോ. കണ്ണും പിടിയൊക്കെ സ്കോപ്പല്ലേ? പേരക്കുട്ടികളുടെ മക്കളുടെ പേര് ചോദിച്ചു നോക്ക്, ഇപ്പൊ കാണാം. പേരക്കുട്ടിയുടെ മക്കളുടെ പേര് കിട്ടൂല, അതിപ്പോഴത്തെ പരിഷ്കാര പേരുകളൊക്കെ രക്ഷയില്ല. ഈ അമ്മച്ചി ഇപ്പൊ ഈ ഭയങ്കര സുവിശേഷമൊക്കെ പറയുന്നത് കേട്ടു, വലിയ ഉപദേശങ്ങളെ കൊടുക്കുന്നുണ്ടല്ലോ മറ്റേ വീഡിയോ, പുതിയ വീഡിയോയില് ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും നന്നായോ? എന്നിട്ട് നന്നാവുന്നുണ്ട് പിന്നെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം ഒന്ന് കാണാം. ഇപ്പൊ ഒരു വീഡിയോ ഒന്ന് കണ്ടോ അമ്മച്ചിയെ തന്നെ കാണുക. അതൊന്നും അല്ല മാമേ, എപ്പോഴും അത് ഇവരുടെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ ഓരോന്ന് വിളിച്ച് കുള്ളത്തിന്നു, പിന്നെ സോഡാ കുപ്പിന്ന് പരിച്ചക്കണ്ണീന്ന് കുളിച്ച് കളിയാക്കി. ആയിത്രാശമൊക്കെ ആണെങ്കിൽ ഓക്കെ, ഇതിപ്പോ എപ്പോഴായ മനുഷ്യന് സങ്കടാവൂലേ? ഞങ്ങൾ എന്തോരം തമാശക്ക് ചിരിച്ച് കളിച്ച് കോമഡി ആയിട്ടാണ് കാര്യങ്ങൾ പറയണെന്നറിയാമോ? ഇതൊക്കെ ഒരു തമാശക്ക് എടുക്കണ്ടേനി. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോ തന്നെ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവും. ഒരു പക്വതില്ലായ്മല്ല ആകാം, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. എന്തോരം വെച്ച് പറയും മനുഷ്യൻ. അത്രയും പേരുടെ ഇടയിൽ ഉടക്കി അങ്ങോട്ട് പോയി. അപ്പൊ ഞാനാരായി? അതാണ് ഞാനും പറഞ്ഞോളൂ. അങ്ങനെയല്ലേടാ? തമാശക്കാരൻ പറഞ്ഞ് സൂചി കൊണ്ട് കുത്തി കഴിഞ്ഞ പിന്നെ പ്രാണം പോ. തമാശക്കാണെങ്കിലും കാര്യത്തിലാണെങ്കിലും കുത്തുന്നവന് വേദന ഉണ്ടാവൂല, കൊള്ളുന്നവരാണ് വേദന. മനസ്സിലാക്കിക്കോടാ നീ. അതാ കളി. അമ്മച്ചി അതാ അടിച്ചിരിക്കുന്ന ഡയലോഗ് അല്ലേ? ഓക്കെ, അത് സൂപ്പറായി. അതിനാണോ സൂചി വെച്ച് കുത്തിയത്? ഇത് ഒരുപാട് പേര് കണ്ട വീഡിയോ ആണോ അമ്മച്ചി? അപ്പൊ നിങ്ങളുടെ കുടുംബക്കാര് മൊത്തമാണോ അഭിനയിക്കുന്നത്? പുറത്തുനിന്ന് ആരെയും വിളിക്കത്തില്ല? അതല്ല, ആദ്യമൊക്കെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ മുഖ്യടുകൾ തുടങ്ങിയില്ലേ,
മറ്റേ കോവിഡ് കൊറോണ ആ അത് തുടങ്ങിയപ്പോ പുറത്തോട്ട് പോകാനാണ് പാടില്ല, പെരക്കാത്ത ഇരിപ്പായി എല്ലാരും ഇരിപ്പായപ്പോ ഇത് ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. ഇതങ്ങോട്ട് നിന്നപ്പോ എല്ലാവരും പതുക്കനെ അഭിനയിക്കാൻ തുടങ്ങി, പങ്കിടാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും ഉണ്ട്. ഇപ്പൊ എല്ലാരും ഇപ്പൊ ഇതാ പണി, അപ്പനും അമ്മയും മക്കളും ഒക്കെ എല്ലാവരും ഉണ്ട്. ഇപ്പൊ പൈസ കിട്ടി തുടങ്ങിയോ? പൈസ കിട്ടും, നല്ല വരുവാനാ. അത് വെറുതെ ഞങ്ങളിങ്ങനെ ചിരിച്ചിരുന്ന കിട്ടുന്നതല്ല. കറക്റ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് എഴുതി അതിനകത്ത് അഭിനയിച്ച് അത് എഡിറ്റ് ചെയ്ത് അതിന് മ്യൂസിക് ചെയ്ത് അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കൽ പണിയുണ്ട്. ആ മറ്റേ ആവർത്തന വിരസത വരാൻ പാടില്ല, കുറുക്കി കൊള്ളണ കണ്ടന്റുകളായിരിക്കണം, പൊട്ടിച്ചിരിക്കാനുള്ള കണ്ടന്റ് ആയിരിക്കണം. അങ്ങനെ ആലോചിച്ച് തല പുകഞ്ഞു ചില ദിവസങ്ങളിലൊന്നും തല പുകഞ്ഞതിന്റെ കാശ് കിട്ടുന്നുണ്ടോ? പുകയണേന്റെ അടുത്ത് കൂടി പോണ്ട്. ഇപ്പൊ അബുദാബിയിലെ മറ്റേ ഓഫീസർ പോസ്റ്റ് ആണോ നല്ലത്, അത് ഈ ഓഫീസാണോ നല്ലത്? അതിവിടെ എനിക്കൊരു 10,000 രൂപ കിട്ടിയാലും ഞാൻ എടുക്കുള്ളൂ. അതേ ഉള്ളൂ. കാര്യം എന്റെ അമ്മച്ചിയുടെ അപ്പച്ചന്റെയും അമ്മാമ്മയുടെയും എന്റെ ഭാര്യയുടെയും മക്കളുടെ ഒക്കെ പഠിച്ചു പൊളിച്ച് ഇങ്ങനെ നടക്കാന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പൈസയും വേറെ എന്ത് സൗഭാഗ്യങ്ങളാണെങ്കിലും. ഇതല്ലേ ഞാൻ ചൂസ് ചെയ്യുള്ളൂ. ആദ്യം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. എങ്ങനെയാണോ കൊച്ചുമോൻ ഇവിടെ തന്നെ വേണമെന്നാണോ? ഇവിടെ തന്നെ കിടക്കുന്നല്ലേ? നല്ലതാ അല്ലേ? പെട്ടെന്ന് എനിക്ക് വല്ലതും വന്നു പോയാ എല്ലാവരും ഉണ്ടാ. അമ്മച്ചിക്ക് അഭിനയിക്കാൻ ആദ്യം തുടങ്ങിയപ്പോ കാലും കൈയും വരക്കുമായിരുന്നു. എന്തിനാ വരക്കുന്നല്ലേ? ഒന്നുമില്ല. ഓക്കെ, ഇപ്പൊ 3 ലക്ഷം ആൾക്കാർ കാണുന്നുണ്ട്, ചെറിയ കാര്യമല്ല. 3 ലക്ഷം എന്ന് പറഞ്ഞാൽ യൂട്യൂബില്, ഫേസ്ബുക്കില് 10 ലക്ഷം. ആഹാ, ഇപ്പൊ അമ്മച്ചി ലക്ഷക്കണക്കിന് ആരാധകരായല്ലോ, ചെറിയ കാര്യമല്ല. ഓക്കെ, അപ്പൊ അമ്മച്ചിക്ക് വേറെ എന്തോ പരിപാടി കൊടുക്കുന്നത്? പാചകം കൊടുക്കുവോ? പാചകം അച്ചാറിന്റെ പണിയുണ്ട്. അച്ചാറിന്റെ പണിയുണ്ട്. അല്ല, ഇത് കൊടുക്കുവോ? ഷൂട്ട് ചെയ്ത് കൊടുക്കുവോ? ചെറിയ രീതിയിൽ ഈ സ്രാവിനെയും തെരണ്ടീനെയും ഞണ്ടിനെയും ഒക്കെ വലുതൊക്കെ കിട്ടുമ്പോ ഒരു കൗതുകത്തിന് വേണ്ടിട്ട് ജസ്റ്റ് ചെയ്യും ഞങ്ങള്. അച്ചാറ് കടയുണ്ടോ ഇപ്പൊ? അതോ അച്ചാറ് കടയുണ്ട്. അച്ചാറിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. അമ്മാമ്മ പറഞ്ഞല്ല, ഈ വീഡിയോയില് അഭിനയിക്കണതും വീഡിയോന്റെ ഷൂട്ടൊന്നും വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് ഇഷ്ടമല്ലെന്നുള്ള കാര്യം. അതിന്റെ പിന്നിൽ ഒരു വലിയ കാര്യമുണ്ട്. കാര്യം എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഞാനൊരു വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. 2 ട്വിസ്റ്റ് ഞാൻ പറഞ്ഞു. ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഒരു വഴിയിലേക്ക് കൂടി നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഗൾഫിലേക്ക് പോകണം, മറ്റേ വഴി കൂടി നടന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ ആയിട്ട് നടക്കണം. ഈ 2 ഓപ്ഷൻ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. അപ്പച്ചൻ, അമ്മച്ചി, ആന്റിമാര്, വൈഫ് എല്ലാവരും പറഞ്ഞു. ഭാര്യ പറഞ്ഞത് ചേട്ടൻ നാട്ടിലൊക്കെ നിക്കണൊക്കെ വെള്ള കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ അതൊരു മെയിൻ കണ്ടന്റ്. കാര്യം അപ്പച്ചനും അമ്മച്ചൊക്കെ അത് തന്നെയാണ് പറയുന്നത്. കാര്യം നിന്റെ നല്ല സമയമാണ് ഈ സമയത്ത് ഗൾഫിൽ പോകുക എന്നുള്ളത്, നിന്റെ ജോലിയുടെ ഭാഗമാണ്. അല്ലാതെ വീഡിയോ കളിച്ച് തമാശ കളിച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കൂല. കാര്യം അന്നത്തെ സമയത്ത് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ല. അതെ, ഇവര് വീഡിയോ ചെയ്ത് ഇവര് സക്സസ് ആയത് നോക്ക്, ഇവര് നോക്കി. അന്ന് അങ്ങനെ ആരുമില്ല. അന്ന് ഞങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയ 2018 തുടങ്ങിയതാണ്. അന്ന് ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടൊന്നും അങ്ങനെ ആരുമില്ല. അപ്പൊ ആ സമയത്ത് എനിക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ അപ്പച്ചനും അമ്മച്ചിക്കും പരിചയം അറിയില്ല. അതാണ് അന്ന് യൂട്യൂബിൽ അങ്ങനെ വീഡിയോ ഇടണമെന്ന് ഒരു നേരെ അറിയാത്ത സമയം. അപ്പൊ എന്റെ മനസ്സിൽ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ വരുമാനം കിട്ടി അങ്ങനത്തെ ഒരു ചിന്തയെ ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്തെങ്കിലൊക്കെ ആയിട്ട് ഇവിടെ തുടങ്ങാം, അതിനായി തന്നെ ഒരു വഴി തെളിഞ്ഞ് കിട്ടണമല്ലോ എന്നുള്ള രീതിയിൽ ഞാനൊരു തീരുമാനത്തിന് വേണ്ടി നിന്നപ്പോ അനിയനെ വിളിച്ച്, എടാ ഇങ്ങനെ ഒരു സംഭവമാണ്, നീ എന്ത് ചെയ്യും? വീട് പണിതേന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ സമയത്തുണ്ട്. ലക്ഷനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ ലോണൊക്കെ അടക്കേണ്ടി വരും, ചേട്ടനൊരു റിസ്ക് എടുക്കാൻ പോവാണ്, നീ അവിടെ ഓക്കെയാണ്? അപ്പൊ അവൻ പറഞ്ഞ കാര്യം, നീ റിസ്ക് എടുക്ക്, കാര്യം ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഇതൊന്നും മുടങ്ങാതെ ഞാൻ നോക്കിക്കോളാം, നീ നോക്ക്, അതൊന്നും പറ്റില്ലെങ്കിൽ തിരിച്ചു വരാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, നീ നോക്കാൻ പറഞ്ഞ്. അങ്ങനെ അപ്പച്ചന്റെ അടുത്തും അമ്മച്ചിയുടെ അടുത്തും റോസ്മിയുടെ അടുത്തും പറഞ്ഞ്, ഞാൻ എന്തായാലും ഒരു 6 മാസം സമയം നിങ്ങൾ എനിക്കിതാ, ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ. എന്നിട്ട് ചെയ്തില്ല അല്ലെങ്കിൽ നാളെ ഒരിക്കലും എനിക്ക് പറയാനായിട്ട് പറ്റരുത്. അന്ന് ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ, ചെയ്യാഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയിന്നൊരു ഓപ്ഷൻ വേണ്ട. ചെയ്ത് നോക്കി കിട്ടിയില്ല, ആ ഒരു ഓപ്ഷൻ മതി എന്നുള്ള രീതിയിൽ ഞാൻ അപ്പച്ചനും അമ്മച്ചിനെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ച് വീഡിയോയിലേക്ക് ഒരു 6 മാസം സമയം ചോദിച്ച് ഞാൻ വീഡിയോ ചെയ്യാന്നുള്ള രീതിയിൽ ഇറങ്ങി. ഭാര്യയോട് ചോദിച്ചോ? ഭാര്യയോട് ഭാര്യ പറഞ്ഞപ്പോ ചെയ്തോളാൻ പറഞ്ഞു. പുള്ളിക്ക് അതിനോടൊരു പറഞ്ഞില്ല, കല്യാണം കഴിഞ്ഞിരിക്കണ സമയമല്ലേ, അപ്പൊ ഗൾഫിൽ പോകാൻ പറയൂലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ചെയ്ത് നോക്കിക്കോ, റിസ്ക് എടുക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ജീവിക്കാൻ കാശ് വേണ്ടേ? സെക്കൻഡറി ആണല്ലോ പുള്ളിയുടെ ആഗ്രഹം വലുത്. എല്ലാവർക്കും പൈസ രണ്ടാമതേ ഉള്ളൂ. അങ്ങനെ വീഡിയോ ചെയ്യാന്നുള്ള രീതിയിൽ അപ്പച്ചനും അമ്മച്ചിനെയൊക്കെ പറഞ്ഞു, ഒരു 6 മാസം സമയം, അതിനുള്ളിൽ ഒന്നും ആയില്ലെങ്കിൽ നമുക്ക് കുട്ടിക്കെട്ടി വെച്ചിട്ട് ലീവിന് വരുമ്പോ ചെയ്യാ, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. അന്ന് ഓക്കെ, 6 മാസം അതിന്റെ അപ്പുറത്തേക്ക് ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്നാലും
സപ്പോർട്ടില്ല, ചെയ്തോട്ടെ ആ ഒരു മൈൻഡ്. അങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങി. അത്യാവശ്യം വീഡിയോസ് ഒക്കെ ക്ലിക്കായി, കോമഡി ഉത്സവം ആ കാര്യങ്ങളൊക്കെ ഓക്കെ അടിപൊളിയായി. അതിന്റെ ഇതൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ പരസ്യം ചെയ്യാനായിട്ട് അമ്മാമ്മയെ വെച്ചിട്ട് പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ആയുർവേദത്തിന്റെ ഗുളികയുടെ ടീം വീട്ടിൽ വന്നു. അവര് വലിയ ഓഫറൊക്കെ ചെയ്തേ, പക്ഷെ ഞാൻ ചെയ്തില്ല. കാര്യം എന്താ ഓഫർ ചെയ്തു? ഒരു 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയോ? പക്ഷെ അത് വേണ്ടെന്ന് വെച്ചോ? ചെയ്തില്ല. കാര്യം അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. അത് എന്താണെന്നോ അതിന്റെ ഫീഡ്ബാക്കുകൾ എന്താണെന്നോ ഇതൊന്നും അറിയാൻ പാടില്ല. വെറുതെ ഒരു ഗുളിക എടുത്ത് തന്നിട്ട് അതിങ്ങനെ പിടിച്ച അമ്മാമ നിന്നാ മതി. അമ്മാമ്മയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഗുളികയാണ്. അപ്പൊ അത് പറ്റൂല എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഒരു അമ്മമ്മക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അത്? ഇല്ല വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. എന്താ കാര്യം? അത് തിന്ന് വല്ല ഒരു കൊച്ച വലുതാ ആരെങ്കിലും അവര് വിളിയൊന്ന് ചത്തുപോയാൽ ന്യായം പറയണ്ടേ. അപ്പൊ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അത് കഴിഞ്ഞ് പിന്നെയും 1-2 പേരൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്ത് ഇനി ഇതായിരിക്കോ വഴി, ഇങ്ങനെയാണ് ഒരു വഴി തെളിഞ്ഞു വന്നത്. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ കിടപ്പുണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് നിന്ന് എങ്ങനെ നമുക്ക് ഉൾക്കൊണ്ടിട്ട് നല്ലൊരു കാര്യം ചിന്തിക്കാന്ന് ആലോചിച്ചപ്പോ ഞാൻ അമ്മാമ്മ അടുത്ത് ചോദിച്ചു, നമ്മള് എന്തിനാണ് മറ്റുള്ളവരുടെ പ്രൊഡക്റ്റിന് ഇതേപോലെ കയറി തല വെക്കണത്? നമ്മളുടെ മറ്റേ ചോക്കുമലയിൽ ഇരുന്നിട്ട് ചോക്ക് അന്വേഷിച്ച് കിടക്കണ പരിപാടി നമ്മൾ എന്തിനാ ചെയ്യണേ? അമ്മാമ്മക്ക് അടിപൊളിയായിട്ട് പാചകം അറിയാം. അതങ്ങനെ തന്നെ കൈപ്പുണ്യം അമ്മയ്ക്ക് പകർന്നു കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ റോസ്മി ഉണ്ട്, അവൾക്ക് പകർന്നു കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും കൂടി പരിശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഈ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്ന് ചെമ്മീൻ അച്ചാറൊക്കെ ഇട്ട് ഗൾഫിൽ കൊണ്ടുപോകും. അപ്പൊ അവരതിങ്ങനെ കുബൂസ് എടുത്ത് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചെമ്മീൻ അച്ചാർ ഫില്ല് ചെയ്ത് ചുരുട്ടി കഴിക്കുമ്പോൾ അവരുടെ മുഖത്ത് വിടണ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ കാര്യം അമ്മാമ്മയോട് ചോദിച്ചു, ഇത് അമ്മാമ്മക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ? അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ ഒറ്റക്ക അല്ല, നമുക്ക് എല്ലാവർക്കും കൂടി പരിശ്രമിക്കാം. അപ്പൊ അമ്മയും അപ്പനൊക്കെ സമ്മതിക്കും, ഞാൻ സംസാരിച്ച് നോക്കാം, നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ അമ്മാമ്മയുടെ ഭാഗത്ത് നോക്കിയാൽ കിട്ടി. ഞാൻ വീട്ടിലൊരു വൈകുന്നേരം, അപ്പച്ചൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ചു കഴിഞ്ഞ് വന്ന് ഞാൻ അനിയനെ വിളിച്ച് സംസാരിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, അത് റിസ്ക് അല്ലേ, വേണോ? കാര്യം കോടാനുകോടി അച്ചാർ കമ്പനി ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ വീടിന്റെ ചുറ്റിനും അച്ചാർ ഇടുന്നവർ ഒരുപാടുണ്ട്. നമ്മളിത് ഇട്ടിട്ട് എല്ലാവരും വാങ്ങിക്കോ? ഞാൻ പറഞ്ഞു, നമുക്ക് ശ്രമിച്ചു നോക്കാം, എന്നാ നീ കാട്ട്, ഞാനുണ്ട് കൂടെ. എന്തെങ്കിലും ഉരുളിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വീട്ടിലും സംസാരിച്ചു നോക്കട്ടെ, എന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് 5 കിലോ ബീഫ് അച്ചാർ ഉണ്ടാക്കിയാണ്. അല്ലേ മാമേ? ബീഫ് അച്ചാറോ? 5 കിലോ ബീഫ് അച്ചാർ. ബീഫ് അച്ചാർ എന്ന് പറഞ്ഞാൽ ബീഫ് കൊണ്ട് അച്ചാർ ഉണ്ടാക്കും. ബീഫ് കൊണ്ട് അച്ചാർ. ബീഫ് വാങ്ങിച്ച് വറുത്ത് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി അമ്മാമ്മയുടെ സ്പെഷ്യൽ അച്ചാർ കൂട്ടൊക്കെ ഇട്ട്, അമ്മമ്മയുടെ പരിപാടി. അച്ചാർ കൂട്ട അമ്മാമ്മയുടെയാണ്. അതിട്ട് ഇളക്കി കൂട്ടി അടിപൊളി അച്ചാറായിട്ട് വരും. ഈ സാധനം ബീഫ് കൊണ്ട് 5 കിലോ അച്ചാർ ഉണ്ടാക്കി സാമ്പിൾ ഉണ്ടാക്കി നോക്കിയാണ്. ഈ 5 കിലോ ഒക്കെ ഉണ്ടാക്കുമ്പോ ഇത് എങ്ങനെയാണ് ഇതിന്റെ പരിപാടി നോക്കണമല്ല. ഈ സംഭവം 5 കിലോ അച്ചാറിട്ട് വീട്ടിലുള്ളവർ കഴിച്ച് സൂപ്പർ, പുറത്ത് കൂട്ടുകാർക്ക് കൊടുത്ത് സൂപ്പർ, പിന്നെ 1-2 അറിയാത്തവർക്ക് കൊണ്ടേ കൊടുത്ത് വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചാണ് എങ്ങനെയുണ്ട് നോക്കാൻ പറഞ്ഞ് അവർക്കും അഭിപ്രായങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല, അടിപൊളി. അങ്ങനെ അനൗൺസ് ചെയ്യണ് ഞങ്ങൾ ഈ ഫേസ്ബുക്കിൽ തന്നെ അനൗൺസ് ചെയ്യണ് അച്ചാറിന്റെ പരിപാടി തുടങ്ങിയാണ്. അമ്മാമ്മയുടെ അച്ചാർ ആദ്യത്തെ കമന്റ് കേൾക്ക്, ആദ്യത്തെ കമന്റ് അമ്മാമ്മയുടെ അച്ചാർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അനൗൺസ് ചെയ്ത് ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഫസ്റ്റ് സെക്ഷനിൽ വന്ന കമന്റ്, ഓ ആ പാവത്തിന്റെ ഇറച്ചി എടുത്ത് ഇനി അച്ചാർ ഇടണം. അപ്പൊ ഞാൻ പറഞ്ഞു, അതല്ല, നമ്മുടെ അമ്മാമ ഉണ്ടാക്കുന്ന അച്ചാർ. അപ്പൊ അമ്മാമ സ്പെഷ്യൽ എന്നാക്കി പേര്, അമ്മാമ സ്പെഷ്യൽ ബീഫ് അച്ചാർ. അപ്പൊ കുഴപ്പമില്ല. അങ്ങനെ ഓർഡർ എടുത്ത് അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം ഒരു 25 കിലോന്റെ അടുത്ത് ഓർഡർ കിട്ടുന്നു. ആദ്യത്തെ പോസ്റ്റ് ഇട്ടപ്പോ തന്നെ 25 കിലോന്റെ ഓർഡർ കിട്ടി. ഞങ്ങളൊരു 10-30 കിലോ അച്ചാർ ബീഫ് വാങ്ങിച്ച് അച്ചാറിട്ട് അമ്മാമ കൂട്ടുകൂട്ടി അമ്മയും ടീമൊക്കെ കൂടി ഇത് വറുത്ത് വേവിച്ച് കോരി ഞാനും റോസ്മിയെ കൂടി ഇഞ്ചിയൊക്കെ അരിഞ്ഞ് സംഭവം സെറ്റാക്കി അച്ചാറിട്ട്. ആന്റി വന്നിട്ടുണ്ടായില്ലേ, ഷർലി ആന്റി വന്നിട്ടുണ്ടായിരുന്നു. ഷർലി ആന്റി വന്നിട്ടുണ്ടായി. ഞങ്ങളെല്ലാരും കൂടി ബഹു ഗേമോട്ട് വീട്ടിൽ അച്ചാറുണ്ടാക്കി ചൂടാറാൻ വെച്ച് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിച്ചു നോക്കി. 10-17 കിലോ അച്ചാറുണ്ടായി. കട്ടുപ്പ്, ഉപ്പ് കൂടിപ്പോയി, ഭയങ്കര ഉപ്പ്. ആ സംഭവിച്ചത് എന്താന്ന് ആദ്യം മനസ്സിലായില്ല, കട്ടുപ്പ്. പക്ഷേ അപ്പൊ പല സ്ഥലത്ത് ഉപ്പ് കൂടുതലിട്ടോ. അതല്ല, ഞാൻ ഒരുപാട് ഉപ്പുണ്ടായിരുന്നു. അച്ചാർ പൊടിയിൽ അമ്മാമ്മ ഉപ്പ് ചേർത്തിട്ടാണ് അച്ചാർ പൊടി ക്രിയേറ്റ് ചെയ്തത്. അമ്മയുടെ പേർക്ക് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് സാധാ ഇടണേന്റെ പോലെ തന്നെ അമ്മച്ചിക്ക് അത് വിരോധമുണ്ട്. അങ്ങനെയല്ല സംഭവിച്ചത് അല്ലേ? അങ്ങനെയല്ല, ഈ അച്ചാറിൽ പൊടി ഉപ്പ് നല്ലോണം ഉണ്ട്. ഉപ്പ് നല്ലോണം അത് അറിയാൻ പാടില്ലല്ലോ. അത് നോക്കാതെ അച്ചാർ കൂടി കട്ട ഉപ്പായി. പിന്നെ ഓരോ കഴിക്കാൻ പറ്റാത്തവരായി. കഴിക്കാൻ പറ്റാണ്ടായില്ല, കഴിച്ച് ഞങ്ങൾ തന്നെ കഴിച്ചു 7 കിലോ. അപ്പൊ ഇതിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്നന്ന് വിളമ്പി തീർക്കേണ്ടതാണെങ്കിൽ വേറെ കുറെ ഐഡിയാസ് ഒക്കെ ഓരോരുത്തർ പറഞ്ഞു. പക്ഷെ ഈ അച്ചാർ എന്ന് പറയുമ്പോൾ പല സ്ഥലത്തേക്ക് അയക്കേണ്ടതാണ്, അവിടെ 2 മാസം ഇരിക്കേണ്ടതാണ്. അപ്പൊ ഈ ഐഡിയാസ് ഒന്നും പറ്റൂല. അങ്ങനെ വീഴ്ചയെന്നാണ് തുടങ്ങണേ. 17 കിലോ ഫ്ലോപ്പായി. അമ്മയ്ക്കും ആന്റിക്കും അമ്മാമ്മയ്ക്കും എല്ലാവർക്കും ടെൻഷൻ. ഒരു ലീഡർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ അത് ഫ്ലോപ്പാണ്. കാര്യം
ധൈര്യം കൊടുക്കാൻ ആരും ഇല്ലാണ്ടായി പോകും. എല്ലാവരും ഉപ്പ് കൂടി 17.5 കിലോ ഇത്ര രൂപയുടെ സാധനം പോയി നശിച്ച്. ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു ഒരു ബിസിനസ് ആവുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ അരിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഉപ്പ് ഇതിന്റെ അകത്ത് ചേർന്നിട്ടുണ്ട്. അരിച്ചു നോക്കിയല്ലേ? അരിച്ചു നോക്കി, അപ്പൊ വലയിലിട്ടെ അരിപ്പയിലിട്ടെ പൊടി അരിക്കണ വരെ അരിച്ചു നോക്കി. അപ്പൊ ഞാൻ ഈ സാധനം ഉപ്പ് കൂടി ഫ്ലോപ്പായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ എല്ലാവരുടെയും കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. എല്ലാവരുടെയും. അതായത് 17.5 കിലോ ആദ്യമായിട്ട് ഭയങ്കര ഉത്സവ പ്രതീതിയിൽ ചെയ്ത സാധനം പാളിപ്പോയിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കണ്ട, ഫ്ലോപ്പെങ്കിൽ ഫ്ലോപ്പ്, കുഴപ്പമില്ല, ഈ സാധനം ഇനി ഉണ്ടാക്കണം നമ്മൾ. ഇതിന്റെ കാരണം കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ എല്ലാരും കൂടി ഇരുന്ന് ഇതിന്റെ കാരണം കണ്ടുപിടിച്ച് കാരണം പിടികിട്ടി അരിച്ചു നോക്കി. വീണ്ടും ഒരു 10 കിലോ വാങ്ങിച്ചിട്ട് വീണ്ടും ഇട്ട് കഷ്ണം ഇടാന്ന് പറഞ്ഞു. 30 കിലോ വാങ്ങിച്ചിട്ടോണ്ടാണ് ഇത്രയും പോയത്. നമുക്ക് 10 കിലോ 3 പ്രാവശ്യമായിട്ട് ഇടാം, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇച്ചിരി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇച്ചിരിയാണല്ലോ പോകണല്ലോ എന്ന് പറഞ്ഞ് 10 കിലോ ഇട്ട് ഓക്കെ. രണ്ടാമത് 10 കിലോ ഇട്ട് അതും ഓക്കെ. മൂന്നാമത് 10 കിലോ ഇട്ട് അതും ഓക്കെ. നേരെ ഓർഡർ തന്നവർക്കൊക്കെ അയച്ചു കൊടുത്ത് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട്. അങ്ങനെ അത് ലാഭമൊന്നല്ല, മറ്റേതിന്റെ നഷ്ടം നികത്താനായിട്ട് പറ്റിയിട്ടില്ല. അത് പിന്നെ ഇച്ചിരി ഉണ്ടാക്കി തുടങ്ങി. ബീഫിന്ന് അങ്ങനെ ഫിഷ് ഉണ്ടാക്കി. ഫിഷും പിന്നെ ചെമ്മീനും ആക്കി. ബീഫ്, ഫിഷ്, ചെമ്മീൻ ഇത് മൂന്നും നല്ല രീതിയിൽ സെയിലായി തുടങ്ങിയപ്പോ മനസ്സിലായി ഇതിന് ആവശ്യക്കാരുണ്ട്. വാങ്ങിക്കണവർ വീണ്ടും വാങ്ങിച്ചു തുടങ്ങി. ഞങ്ങളാണെങ്കിൽ ക്വാളിറ്റിയുടെ പിന്നാലെ ഓടിക്കൊണ്ടേയിരുന്ന് ഏറ്റവും ഫ്രഷ് എവിടെ നിന്ന് കിട്ടുമോ അവിടെ നിന്ന് കളക്ട് ചെയ്ത് തുടങ്ങി. ഞങ്ങളുടെ ചെമ്മീനച്ചാറിന്റെ ഒക്കെ വീഡിയോ കണ്ടാ അറിയാം, ചാവാത്ത ചെമ്മീനൊക്കെ ഐസിട്ട് കൊന്നിട്ട് ഞങ്ങൾ അച്ചാറിടും. അത്രയും ഫ്രഷിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. അങ്ങനെ 5 കിലോ ബീഫ് അച്ചാറിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് 5 രാജ്യത്ത് സെയിൽ ചെയ്യണ അമ്മ. നമ്മുടെ ഇന്ത്യ ആദ്യം തന്നെ ഉണ്ട്. പിന്നെ വരുന്നത് ന്യൂസിലൻഡ്, UK, കാനഡ, ഓസ്ട്രേലിയ. അവിടെയൊക്കെ ലൈസൻസ് ഒക്കെ എടുത്തോ? ഞങ്ങള് തേർഡ് പാർട്ടിക്ക് കൊടുക്കും. അപ്പൊ തേർഡ് പാർട്ടി അത് പർച്ചേസ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓ അത് ശരി. അപ്പൊ വലിയ എക്സ്പോർട്ടർ ആയി നിൽക്കുന്നത്. നമസ്കാരം. അത് കഴിഞ്ഞിട്ട് അച്ചാറിന്റെ ഭാഗത്ത് ഞാൻ എടുത്ത റിസ്ക് എന്ന് പറയുന്നത് അച്ചാറിന് വേണ്ടി മാത്രം. വലിയ ടേൺ ഓവർ ഉള്ള കമ്പനിയാണോ? അപ്പൊ വലിയ ടേൺ ഓവർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നതിന്റെ ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പൊ അച്ചാർ കടയുണ്ടോ? എവിടെയാ? കടയിൽ അമ്മമ്മയാണോ ഇരിക്കുന്നത്? ഇല്ല. കൊച്ചുമോനും ഇവനും ഇതേ കുഞ്ഞു പോന്നോ? പോന്നോ അച്ചാർ കട നടത്താനായിട്ടോ? സക്സസ് ആയി ഞാനിങ്ങ് പോന്നു. അതല്ലേ പിന്നെ അവിടെ നിൽക്കുന്നേന്നുള്ളൂ അല്ലേ? അവൻ വന്നതല്ല, അവനെ ഞങ്ങൾ അവിടെ പോയി കൊണ്ടുവന്നാണ്. ഞാനും അമ്മാമ്മയും കൂടി ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ദുബായിൽ പോയി കഴിഞ്ഞപ്പോ ഇവൻ ആ സമയത്ത് ലീവ് എടുക്കണോ വേണ്ടേ എന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അമ്മാമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, വാ എന്നിട്ട് നമുക്ക് നോക്കാം നാട്ടിൽ. അങ്ങനെ അമ്മാമ്മ വിലസുക അല്ലേ? ഇപ്പൊ വിദേശ നാടുകളിലേക്കൊക്കെ യാത്രയൊക്കെ തുടങ്ങി. അപ്പൊ മലേഷ്യയിലും പോയിട്ടുണ്ട്, ദുബായിലും പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വേറൊരിടത്തും പോയി. സിംഗപ്പൂരിന്റെ ബോർഡറിൽ പോയിട്ടുണ്ട്. ജോഹോ. അപ്പം അമ്മാമ്മ ഇപ്പൊ ഭൂഗോളത്തേക്ക് യാത്ര ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, നല്ല കാര്യം. അമ്മാമ്മ എവിടെ വരെ പഠിച്ചു? 6ാം ക്ലാസ് വരെ പഠിച്ചു. അത് ഏത് ക്ലാസ്? അന്ന് 1939 6ാം ക്ലാസ്സിൽ പഠിച്ചത്. ഓ, അന്നാണ് അമ്മ 2ാം ലോക യുദ്ധം. അതൊക്കെ പിന്നീട് പറഞ്ഞു കേട്ടോ. എന്തായാലും അമ്മാമ്മയുടെ വന്ന് നന്നായിരിക്കും. ഭയങ്കര സന്തോഷമായി. കാരണം അമ്മാമ്മ വന്ന് അമ്മാമ്മയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ? അച്ചാർ കട. അപ്പൊ അച്ചാർ കട നന്നായി പോകുന്നുണ്ട്. 5 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു. അമ്മാമ്മ ലോക പര്യടനം തുടങ്ങി അല്ലേ? അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അച്ചാറിന് വേണ്ടി അപ്പൊ യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ കാണുകയും ചെയ്യുന്നു. അച്ചാറിന് വേണ്ടി മാത്രം. അപ്പൊ ഇവിടെ ഒത്തിരി അച്ചാർ കൊണ്ടുവരായിരുന്നു. അയ്യോ, അത് നമ്മുടെ പ്രൊഡ്യൂസർ അല്ലെങ്കിലും പറയത്തില്ല. നല്ല അച്ചാർ കഴിക്കാൻ പറ്റുന്ന ആളല്ലേ? ബീഫ് അച്ചാറ്. പിന്നെ ഏതൊക്കെ അച്ചാറാ? ബീഫ്, ഫിഷ്, ചെമ്മീൻ, ചിക്കൻ, കക്കറച്ചി, നെല്ലിക്ക, നാരങ്ങ, മാങ്ങ, വെളുത്തുള്ളി, ലൂപ്പിക്ക. ഇത്രയും സംഭവം ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ അമ്മാമ്മ അറിയപ്പെടുന്ന ഇപ്പൊ അച്ചാർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് കൂടിയാ അല്ലേ? അതെ. അത് ഞങ്ങൾ മോണാക്ട് ഒക്കെ ചെയ്തായിരുന്നു. മോണാക്ട് ചെയ്തിരുന്ന ഇല്ല, ഞങ്ങൾ ഇതേപോലെ സ്കിറ്റ് കളിച്ചു അല്ലേ? അപ്പൊ സ്കിറ്റ് കളിക്കാൻ അമ്മാമ്മക്ക് ഇഷ്ടം. സ്കിറ്റ് കളിക്കാനുള്ള സ്ഥലമില്ല. 3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടോ? ഉമ്മ അല്ല, ഇനിയിപ്പോ അങ്ങോട്ട് ബുക്കിംഗ് ആയിരിക്കും. അവിടെ വീട്ടുകാർക്ക് ഒരു ബോർഡ് എഴുതി വെക്കണം, ബുക്കിംഗ് തുടരുന്നു. പിന്നെ സിനിമയിലേക്കില്ല. ഇന്നിപ്പോ എങ്ങനെയാ മത്സരിക്കാൻ പോകുന്നത്? 10 ചോദ്യങ്ങൾ വഴി 1 കോടി വേണോ? 20 ചോദ്യങ്ങൾ വഴി 1 കോടി വേണോ? അമ്മാമേ 1 കോടി ഇത് കിട്ടിയാ പ്രശ്നമാവോ? 1 കോടി വേണോ? 1 കോടിയാണ്. 20 ചോദ്യം. 1 കോടി കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ളതാ. അമ്മമ്മക്ക് നാണം വന്ന് ആ 1 കോടിയുടെ കാര്യം. ആദ്യമായിട്ടാ 1 കോടി കണ്ടിട്ട് നാണം വന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് 20 ചോദ്യങ്ങൾ പോരെ? 20 ചോദ്യങ്ങൾ വഴി 20 വേണോ? 20 ഇരിക്കട്ടെ. പിന്നെ ഇരിക്കട്ടെ അല്ലേ? അപ്പൊ 20 ചോദ്യങ്ങൾ വഴി 1 കോടി. അപ്പൊ അമ്മമ്മക്ക് ടെൻഷൻ ഉണ്ടോ? ഹൃദയമൊക്കെ സ്ട്രോങ് ആണോ? അപ്പൊ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയാലോ? അപ്പൊ ഞാൻ ചോദിച്ചു വന്നപ്പോ ടെൻഷൻ ഉണ്ടാവും നമുക്ക്. എനിക്ക് അറിഞ്ഞോളല്ലോ, എനിക്ക് എന്ത് ടെൻഷൻ? നീ ടെൻഷൻ അടിച്ചാ പോരെ, നീ എല്ലാം. അതാണ്. അപ്പൊ അമ്മമ്മയോട് ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ താങ്കൾക്ക് ടെൻഷൻ ഉണ്ടോ? അപ്പൊ കുട്ടേട്ടാ
അമ്മമ്മ പരിചയപ്പെട്ടോ? പരിചയപ്പെടാൻ പോകുന്നു ബോസ്. ആ. നമസ്കാരം അമ്മാമ്മ. ആ. നമസ്കാരം ജിൻസൺ. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് മിണ്ടിയില്ല അത്. ആ അതെങ്ങനെയാണെന്നറിയോ, കുട്ടേട്ടനെ ചില സമയത്ത് മിണ്ടത്തില്ല ആരോട്. ആ ആ ഇത് അമ്മാമ്മയോട് ഞാൻ ഹായ് പറയുകയും ഹലോ എന്ന് പറയുകയും ചെയ്തു. പക്ഷെ അമ്മാമ്മ കേട്ടില്ല എന്നാണ് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് അമ്മാമ്മ പറവൂർ വിശേഷങ്ങൾ? വിശേഷം വല്ലതും ഉണ്ടോ? നല്ല വിശേഷം. നല്ല വിശേഷമാണല്ലേ? ഈ എന്നെ കണ്ടിട്ട് കുട്ടേട്ടന് അമ്മമ്മ വേണമെങ്കിൽ ഇത്തിരി അച്ചാർ കൊണ്ടു കൊടുക്കായിരുന്നു. പക്ഷെ അച്ചാർ എനിക്ക് കഴിക്കാൻ സാധിക്കില്ല ആ അമ്മാമ്മേ. തരാ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നന്നായി മത്സരിക്കൂ. എല്ലാ സഹായത്തിനും കുട്ടേട്ടൻ കൂടെയുണ്ടാകും. നിങ്ങളെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. 1 കോടി രൂപ കിട്ടിയപ്പോ എന്തോ ചെയ്യും? 10 രാജ്യങ്ങളിലൂടെ അയക്കുവോ സാധനം? അച്ചാർ അയക്കുവോ? അത് അല്ല, കുറച്ച് പരിപാടി ഉണ്ട് അല്ലേ? ആ, നമ്മുടെ ഒരു അനിയന് ആ. കുറച്ച് ഹെൽപ്പ് ചെയ്യാനുണ്ട്. ആ, അപ്പൊ അവനൊന്ന് റെഡിയാക്കി പൊക്കിക്കൊണ്ടു. അതേ ഉള്ളൂ. ആരെ ഹെൽപ്പ് ചെയ്യേണ്ടത്? എന്റെ മോക്കടെ മോൻ. മോക്കടെ മോനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ 1 കോടി അടിച്ചോണ്ട് പോണം. ഇപ്പൊ അതാണ് ഇപ്പൊ പ്രശ്നം. ഓക്കെ, ഇപ്പൊ ടെൻഷൻ എങ്ങനെയാ? ടെൻഷൻ ഉണ്ടോ? ഉണ്ടോ? എന്തിനാ ടെൻഷൻ? കൂടെ അമ്മാമ്മ സ്ട്രോങ് ആയിട്ട് നിൽക്കല്ലേ, പിന്നെ എന്തിനാ ടെൻഷൻ? ഈ ജനറൽ നോളജ് ആയതുകൊണ്ടാണ്. നേരെ അതൊന്നും കുഴപ്പമില്ല, അമ്മമ്മയുടെ കയ്യിലുണ്ട് ജനറൽ നോളജ് ഒക്കെ. അല്ലേ അമ്മാമ്മ? ഇത്രയും കാലം ജീവിച്ചില്ലേ? 88, 89 കൊല്ലം ജീവിച്ചല്ലേ, പിന്നെ എന്തോന്ന് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം, ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. കുട്ടേട്ടാ, ജിൻസൺ തങ്കച്ചന്റെ ഹാർട്ട് ബീറ്റ്. ഒരു ടെൻഷനും ഇല്ല അമ്മാമ്മ, യാതൊരു ടെൻഷനും ഇല്ല കേട്ടോ. ഓക്കെ, നന്നായി എന്തായാലും. അപ്പൊ അമ്മാമ്മക്ക് കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ആളിനെ അറിയാം? കുഞ്ഞിരാമൻ ഇല്ല. ഇവിടെ വെള്ളം കൊടുക്കുന്ന ആളാ. ഇവിടെ വെള്ളം കൊണ്ടുവരും. കുഞ്ഞിരാമനെ ഇപ്പൊ നോക്കിയോ? കുഞ്ഞിരാമ, അമ്മാമ്മക്ക് വെള്ളം കൊണ്ടുവരൂ. അപ്പൊ രണ്ടുപേരും ഐശ്വര്യമായിട്ട്. ആ, അമ്മമ്മ ഇവിടെ വന്നിട്ടൊന്നും തന്നില്ലെന്ന് വേണ്ട. എമ്പുരായി അല്ലേ? എങ്ങനെയുണ്ട് ഉപ്പ്? എങ്ങനെയുണ്ട് ഉപ്പ്? ഉപ്പ് പാകത്തിനുള്ളൂ. ഓക്കെ, റെഡി. അപ്പൊ കുഞ്ഞിരാമ, വഴി കഴിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോ. അച്ചാരം കൊണ്ട് പോകുന്ന ഇതുപോലെ ആയിരിക്കും വീടുകളിലേക്ക്. അച്ചാറിനെ കുപ്പി വെച്ച് കൊടുക്ക, കൊണ്ടുപോകും. കൊള്ളാം അല്ലേ അമ്മാമ്മ? അടിപൊളി. അമ്മാമ്മ, കുഞ്ഞിരാമ എങ്ങനെയുണ്ട്? ആള് കൊള്ളാം. ആ, പിന്നെ അല്ല അല്ലേ? അമ്മമ്മയ്ക്ക് ഒരു 5-6 വീട്ടോട്ട് കൊടുത്തയക്കാതെ, അടുത്ത വീട്ടോട്ടൊക്കെ അച്ചാർ കൊടുത്തയച്ചു കഴിഞ്ഞാല് അത് കൊണ്ട് കൊടുത്തിച്ച് വരും. ഓടിക്കൊണ്ട് കൊടുത്തിച്ച് തരാൻ പറഞ്ഞാൽ മതി. ഇതാ അരിയോങ്കി കുറച്ചും കൂടി നല്ലായിരുന്നു. അത് അരി വേണേ, അത് വേണമെങ്കിൽ നോക്കാം നമുക്ക്. അപ്പൊ നമ്മളിനി 20 ചോദ്യങ്ങൾ അല്ലേ? അങ്ങനെയല്ലേ 1 കോടിയിലേക്ക് പോകാൻ പോകുന്നത്. അതെ അതെ. അപ്പൊ നമുക്കിനി ചോദ്യങ്ങളിലേക്ക് പോയാലോ? അപ്പൊ എല്ലാരും റെഡി? റെഡി. അപ്പൊ നിങ്ങളൊക്കെ റെഡിയാണല്ലോ? നിങ്ങൾ ജനറൽ നോളജ് എല്ലാം തപ്പി പിടിച്ച് റെഡിയാക്കി വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10,000 രൂപയുടെ ചോദ്യമാണ് അമ്മച്ചി. 10,000 രൂപ. മോണിറ്റർ പ്ലീസ്, ഒരു സാധനം വരാൻ പോകുന്നു. അമ്മച്ചി പാട്ട് പാടുവോ? പാട്ട് പാടും. നല്ലൊരു പാട്ട് പാടാ. പാട്ട് പാടാല്ലേ? പാടണോ? ഞാനിക്ക് പാടാൻ പറ്റൂല. അപ്പൊ ഇവിടെ ഒരു പാട്ട് കേൾപ്പിച്ചു തരാം അമ്മച്ചി കേട്ടോ. ഒന്ന് പ്ലേ ചെയ്തോളൂ. അപ്പൊ പാട്ട് കേട്ടല്ലോ. അപ്പൊ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഏത് നടനാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ പ്രണവ് മോഹൻലാൽ, ഓപ്ഷൻ ബി കാളിദാസ് ജയറാം, ഓപ്ഷൻ സി ദുൽഖർ സൽമാൻ, ഓപ്ഷൻ ഡി അർജുൻ അശോകൻ, ഓപ്ഷൻ ഡി പൃഥ്വിരാജ് സുകുമാരൻ. അത് ക്യാമറ ലവൻ വന്നത് ക്യാമറയാണ്. അവൻ കൂടെ വന്ന് നോക്കും. അമ്മച്ചിക്കൊന്നും തോന്നരുതേ. ലവൻ വരുന്നത് മര്യാദക്ക് വന്നോണം കേട്ടോ അമ്മച്ചിക്ക്. ഇതിന്റെ ഒരു സംഭവം പറയാനുണ്ട് കഴിഞ്ഞിട്ട്. അപ്പൊ ഈ നടൻ ഏത് നടനാണ് ഈ ഗാനം ആലപിച്ചിരുന്നത്? സമാധാനായത് ഇപ്പോഴാണ്. ആദ്യത്തെ ഉത്തരം പറയാതെ തന്നെ പുറത്തു പോയ ദൈവം എനിക്ക് നാട്ടിലേക്ക് ചെല്ലണ്ടായിരുന്നു. വടക്കമ്പറൂരിലൊക്കെ ഇറങ്ങി നടക്കണ്ടേ? സമാധാനമുണ്ട്. പറഞ്ഞോളൂ. ഓപ്ഷൻ സി ദുൽഖർ സൽമാൻ. അമ്മച്ചി, ദുൽഖർ സൽമാൻ ആയിരിക്കും ഈ പാട്ട് പാടിയിരിക്കുന്നത്? മാമ ആദ്യമായിട്ട് അഭിനയിച്ച പടം പ്രൊഡ്യൂസ് ചെയ്തത് ദുൽഖർ സൽമാനാണ്. ആണോ? ഏത് പടം? ആദ്യമായിട്ട് അഭിനയിച്ച മലയാള സിനിമ മണിയറയിലെ അശോകൻ. മണിയറയിലെ അശോകൻ ഏത് റോഡ് അമ്മച്ചി അഭിനയിച്ചത്? അമ്മാമ്മ തന്നെ. അമ്മാമ്മയായിട്ട് തന്നെ കാലക്കി. അപ്പൊ ദുൽഖർ സൽമാൻ പൂട്ടോ. ഓപ്ഷൻ സി. അവിടുന്ന് പൈസ വല്ലതും കിട്ടി അമ്മച്ചി അന്ന്? 1000 രൂപ. 1000 രൂപ കിട്ടി. ഓക്കെ, ഇന്നിവിടെ 1000 രൂപയല്ല, ഇവിടെ തുടങ്ങുന്നേ 10,000 രൂപയ്ക്കാ. ഓപ്ഷൻ സി ദുൽഖർ സൽമാൻ പൂട്ടോ. പറയട്ടോ അമ്മച്ചി? ശരിയാന്നോ തെറ്റാന്നോ പറയട്ടോ? ശരിയാണ്, ഉത്തരം ശരിയാണ്. അപ്പൊ 10,000 രൂപ കിട്ടിയിരിക്കുന്നു.
10,000 rupees. സമാധാനമായി. അമ്മച്ചിക്ക് 10,000 രൂപ കിട്ടി കേട്ടോ. സമാധാനമായി. അപ്പൊ എത്ര തന്നാലാണ് അമ്മച്ചിക്ക് ഒരു സന്തോഷം വരിക? എത്ര നല്ല സന്തോഷം. സന്തോഷം കിട്ടിയാ മതി അല്ലേ? അപ്പൊ ജിൻസൺ, നിങ്ങള് സാമ്പത്തിക ഞെരുക്കമൊക്കെ ഉള്ള വീടായിരുന്നു അതോ ധനികന്മാരായിരുന്നു? അമ്മാമ്മയുടെ മറ്റേ 11 വന്നപ്പോ ഉള്ള ഒരു സംഭവം പറഞ്ഞല്ലോ, എന്തായിരുന്നു അത്? ക്യാമറ വന്നപ്പോ അത് പറയാ. ഷോർട്ട് ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്തത് ഞങ്ങൾ മൊബൈലിലാണ് ആദ്യം ചെയ്തിരുന്നത്. പെട്ടെന്ന് ഒരു അപ്ഡേഷൻ പോലെ ക്യാമറ ടീമും കാര്യങ്ങളൊക്കെ വന്നിട്ട് ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യണ ഒരു പരിപാടി തുടങ്ങി. അപ്പൊ അമ്മാമ്മക്ക് അത് അത്ര വശമില്ല. അപ്പൊ ഒരു സീൻ അവര് തുടക്കം തന്നെ രണ്ടാമത്തെ സീരീസിലാട്ടെ ഇവര് പറഞ്ഞു അമ്മാമ്മ അവിടെ മുറ്റടിക്കണം. എന്നിട്ട് അകത്തുനിന്ന് ഒരു വിളി കേൾക്കും, വയറുവേദന എടുത്ത് ഞാൻ കരയണ ഒരു വിളി. അപ്പൊ അമ്മാമ്മ ചൂല വിളിച്ചിട്ട് ഇങ്ങനെ ഓടണ ഒരു സീനാണ് എടുക്കാൻ പോണെന്ന് പറഞ്ഞു. ഓക്കെ, അമ്മാമ്മ അവിടെ നിന്ന് മുറ്റടിക്കണം. അപ്പൊ ഇവര് ആംഗിൾ വെച്ചത് താഴെ കിടന്നിട്ട് അമ്മാമ്മ ഓടണേന്റെ ഒരു സാധനമാണ് ഇവർ ഉദ്ദേശിച്ചത്. ഇവര് താഴെ ഷീറ്റൊക്കെ വിരിച്ച് കിടക്കണം, അമ്മാമ്മയുടെ മുറ്റടിക്കണം, അമ്മാമ്മ ഈ ക്യാമറയുടെ അടുത്തേക്കൂടി ഇങ്ങനെ ഓടിപ്പോണ ഒരു സാധനം എടുക്കണം. ആക്ഷൻ എന്ന് പറയും, ഇയാൾ താഴെ കിടക്കണം, അമ്മാമ്മയുടെ മുറ്റടിക്കണം. ആക്ഷൻ എന്ന് പറയാല, അമ്മാമ്മ ചൂലിട്ട് ഓടി. അപ്പൊ ഇയാൾ അവിടെ കിടക്കണം. എന്റെ മോനൊന്ന് വഴിന്ന് മാറി കിടക്കും, ഓടണടുത്ത് കിടക്കുന്നത്. അതാണ് എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോ കറക്റ്റ് ചോദ്യമാ. അവൻ എന്തിനാ അവിടെ കയറി കിടക്കുന്നത് അല്ലയോ? ഓടാനും പറഞ്ഞു എന്നിട്ട് വഴി കയറി കിടക്കുന്നത്. കുട്ടിക്കാലം അമ്മാമ്മയുടെ ഒക്കെ ഒരു ആംഗിളിൽ നിന്നും അമ്മാമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ധനികന്മാരായിരുന്നു. കാരണം പട്ടിണി കിടക്കേണ്ട വന്നിട്ടില്ല. ഇല്ല. അപ്പച്ചൻ ഓട്ടോറിക്ഷ ഡ്രൈവർ ആണെങ്കിൽ കൂടിയും എനിക്കും അനിയനും അമ്മാമ്മയ്ക്കും അമ്മയ്ക്കും അപ്പച്ചനൊക്കെ ആണെങ്കിലും ഭക്ഷണത്തിന് കുറവില്ല. അപ്പൊ പട്ടിണി കിടക്കാത്ത ആരും ധനികന്മാര് തന്നെയാണ്. അതെ, സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു. സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പട്ടിണി അറിഞ്ഞിട്ടില്ല. പട്ടിണി അറിയാതെ ഈ നമ്മുടെ ലോകത്ത് ആരൊക്കെ കിടന്നുറങ്ങുന്നുണ്ട് അവരൊക്കെ ധനികന്മാരാണ്. അതാണ് അത് കുറച്ച് പറയാം. കാര്യം ഞങ്ങളൊരു 10-14 വർഷം വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. ഒരു ഓടിട്ട വീട്. ആ വീഡിയോയിലൊക്കെ കാണുന്ന ആ വീട്ടിൽ 10-14 വർഷത്തോളം വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അമ്മിച്ച് കൊന്ത കെട്ട് വരുന്നത്. കൊന്ത കെട്ടെന്ന് പറഞ്ഞാൽ ഒരു കൊന്തക്ക് 60 പൈസ ലെവലിൽ കൊന്ത കെട്ട് വരുന്നു. അതുകൊണ്ട് അമ്മ കൊന്ത കെട്ടി ഒരു വളയൊക്കെ വാങ്ങിച്ച് ഇട്ട സമയത്താണ് ഗൾഫിൽ പോകാനായിട്ടൊരു ചാൻസ് വരുന്നത്. അപ്പൊ അന്ന് വിസക്ക് 50,000 കൊടുക്കണം. ബോംബെ നിന്നാണ് ടിക്കറ്റ്. അപ്പൊ 20-ാമത്തെ വയസ്സിൽ ഗൾഫിൽ പോകാനുള്ള ഒരു ചാൻസ് റെഡി ആയിട്ട് വന്നു. ഈ പറഞ്ഞ ഹെൽപ്പറിന്റെ ജോലി. അപ്പൊ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാന്നാണ് നമ്മൾ ചുറ്റും കണ്ടേക്കണ കാര്യങ്ങൾ. അപ്പൊ പുറത്തേക്ക് പോകാനുള്ള ആഗ്രഹം ഭയങ്കര വലുതായിരുന്നു. അങ്ങനെ ഗൾഫിൽ പോകാനുള്ള പൈസ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഈ 50,000-ലേക്ക് അങ്ങോട്ട് എത്തണില്ല. ബാങ്കിൽ ലോണിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോ അന്നത്തെ മാനേജർ പറഞ്ഞത് എന്തർത്ഥത്തിൽ നിങ്ങൾക്ക് ഞാൻ ഇത് തരും, സാലറി സ്ലിപ്പ് വേണമെങ്കിൽ നീ അവിടെ പോയി ജോലി കിട്ടിയിട്ട് വേണം, വീടിന്റെ എന്തെങ്കിലും വേണമെങ്കിൽ അതില്ല, പിന്നെ എന്തർത്ഥത്തിൽ ഞാൻ ലോൺ തരും, ആ ബാങ്കിൽ നിന്ന് തന്നെ നിങ്ങാട് വിളിച്ചിട്ട് വേണമെങ്കിൽ 1 കോടി രൂപ തരാന്ന് പറയുന്നുണ്ട്. ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട്. അതായത് ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇവിടെ പാവപ്പെട്ടവനല്ല വായ്പയും കാര്യങ്ങളും ഉള്ളത്. എല്ലാം ഉള്ളവർക്കും തിരിച്ചടയ്ക്കാൻ ശേഷിയുള്ളവർക്കുമാണ് ഇവിടെ ബാങ്ക് വായ്പ. അതത്രേ ഉള്ളൂ. ബാങ്ക് എങ്ങനെയല്ല, ബാങ്ക് എപ്പോഴും സേഫ് ആയിട്ട് അതത്രേ ഉള്ളൂ. കളിക്കുന്ന കളി. പാവപ്പെട്ടന് ലോൺ വേണമെങ്കിൽ ശരിക്കും പാവപ്പെട്ടവനാണുള്ള എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് എന്തെങ്കിലും കാണിച്ചു വിട്ടാൽ ബാങ്കിങ് സംവിധാനത്തിന് ഒരു കുഴപ്പമാണ്. സാധാരണക്കാരെ സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഓക്കെ, അപ്പൊ അങ്ങനെ അവർക്ക് കൊടുത്താൽ ഈ ബാങ്കിങ് മേഖല തകർന്നു പോകാതിരിക്കാൻ തിരിച്ചടയ്ക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നവർക്ക് കൊടുക്കും. ഒരു 50,000 രൂപ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാര്യം അമ്മിച്ച് ആ കഷ്ടപ്പെട്ട് വാങ്ങിച്ചെന്ന വള വരെ ഊരി വിറ്റിട്ടാണ് ഞങ്ങൾ ആദ്യം തന്നെ ഞാൻ ഗൾഫിൽ പോയി. അങ്ങനെ ഗൾഫിൽ പോയി ഈ നേരത്തെ പറഞ്ഞ പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് സെറ്റ് ചെയ്ത് ജോലി കിട്ടുന്ന സമയത്ത് എൻ്റെ അനിയൻ അവിടെ ഉണ്ട്. ജോലി കിട്ടി കഴിഞ്ഞ് സ്ഥലം വാങ്ങിച്ച് അവിടെ സാധാരണക്കാരെ പോലെ തന്നെ ലോണൊക്കെ എടുത്ത് തന്നെ ഒരു കുഞ്ഞു വീട് പണിത് ആ വീടൊക്കെ പണിത് എൻ്റെ കടങ്ങളൊക്കെ തിരിച്ചു വിട്ടാൻ വേണ്ടി വീണ്ടും പ്രവാസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ എന്ന് പറയണ ഒരു കച്ചിത്തുരുമ്പ് വീണിട്ട്. എല്ലാവരുടെയും ലൈഫിൽ ഒരു കച്ചിത്തുരുമ്പ് വീഴും എപ്പോഴെങ്കിലൊക്കെ ഇടും. അത് കച്ചിത്തുരുമ്പാണെന്ന് മനസ്സിലാക്കിയും ദൈവം എന്നൊരു പിടിവള്ളിയാണെന്ന് മനസ്സിലാക്കി അതിൽ പിടിച്ച് കയറാൻ ശ്രമിക്കുന്നിടത്താണ് ജീവിതത്തിൽ വിജയങ്ങൾ സംഭവിക്കുക. ചിലരത് കണ്ടിട്ടും കണ്ടില്ലെന്ന് അടിക്കും, ചിലരത് പിടിച്ച് കയറണമല്ല എന്ന് ഓർത്ത് വിട്ടുകളി പോണ പോലെയൊക്കെ തന്നെ ഞങ്ങൾ പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം. കഷ്ടപ്പെടാതെ കയറുമ്പോൾ എന്തായാലും കടിച്ചു തൂങ്ങി കയറാൻ പറ്റൂല. കയറണവർക്ക് സക്സസ് എന്താണെന്ന് അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാവും. അതാണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് 20,000 രൂപയുടെ ചോദ്യം. അമ്മജി 20,000 രൂപയുടെ ചോദ്യം സൂക്ഷിച്ച് നിൽക്കണേ. പേടിയില്ലേ? അമ്മജിക്ക് എതിരെ പേടി അല്ലേ? അതെ, അതാ നന്നായി. ഓക്കെ, 20,000 രൂപ ചോദ്യം ചോദിക്കാൻ പോകുന്നു. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്: ഒരക്കം മറ്റൊരക്കത്തിന്റെ ഇരട്ടിയായി വരുന്ന ഏറ്റവും വലിയ 2 അക്ക സംഖ്യ ഏതാണ്? കണക്കിന് എങ്ങനെയാ? കണക്ക് ഓക്കെ, കുഴപ്പമില്ല. ഓപ്ഷൻ എ 48, ഓപ്ഷൻ ബി 84, ഓപ്ഷൻ സി 94, ഓപ്ഷൻ ഡി 99, ഓപ്ഷൻ ഇ 86.
അപ്പൊ 84 ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 84. ഇതിന്റെ ഈ അച്ചാറിന്റെ കണക്കൊക്കെ എഴുതുന്ന ആരാ അവിടെ? റോസ്മി 5. താങ്കൾ എന്തോ പഠിച്ചതിന്? ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. ആ പിന്നെ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. BSc കമ്പ്യൂട്ടർ സയൻസ്. കണക്കൊക്കെ കൃത്യമായിട്ട് എഴുതുന്നുണ്ടോ? കൃത്യമായിട്ട് ആ ന്യൂസിലൻഡിൽ പോയ അച്ചാറിന്റെ കണക്ക് കറക്റ്റ് ആണോ? ആയിരിക്കും. ആയിരിക്കുമല്ലോ. ആ അപ്പൊ ഈ ഉത്തരം ശരിയായിരിക്കുമോ? ശരിയായിരിക്കും. കെട്ടിയോ പറഞ്ഞോണ്ടോ? ഓക്കെ ഓക്കെ. 84 ഓപ്ഷൻ ബി. പൂട്ടോ? പൂട്ടി. അമ്മച്ചി പൂട്ടി കേട്ടോ. ആ ഇനിയിപ്പൊ പറയാൻ പോവാ അമ്മച്ചിയോട്. ആ അമ്മച്ചിയുടെ അഭിപ്രായത്തിൽ ഉത്തരം തെറ്റാണോ ശരിയാണോ? ഇപ്പൊ ഈ കൊച്ചുമോൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. ശരിയാണോ? അതാ ശരിയായിരിക്കുമോ? ആ ശരിയായിരിക്കും. ആ എങ്കിൽ പിന്നെ അമ്മച്ചി പറഞ്ഞതിന്റെ കറക്റ്റ് ഉത്തരം ശരിയാണ്. ഓക്കെ. അപ്പൊ 20,000 രൂപ കിട്ടിയിട്ടുണ്ട് അമ്മച്ചി. അച്ചാർ കച്ചവടത്തെക്കാളും ലാഭം. ലാഭം. ആ ഓക്കെ. അപ്പൊ അമ്മച്ചിക്ക് ഒരുപാട് ഉദ്ഘാടനം കിട്ടിയെന്ന് പറഞ്ഞു കോമഡി ഉത്സവത്തിൽ വന്നതിന് ശേഷം. വിളക്കൊളുത്തി ഊപ്പാട് വന്നു പറഞ്ഞു. മെഴുകി എത്തിക്കുക, വിളക്കൊളുത്തുക ആ അല്ലേ? ഉദ്ഘാടനം കുറെ കിട്ടിയോ? ഉവ്വ. ഇവിടെ കാശ് കിട്ടുവോ? ഉദ്ഘാടനത്തൊക്കെ പോയാൽ കാശ് കിട്ടുവോ? കിട്ടുമല്ലേ? അമ്മച്ചി പതുക്കെ പറയുമല്ലേ? ഇങ്ങോട്ട് പേടിച്ചല്ലേ? പള്ളികളുടെ ആ കുടുംബശ്രീ ചേച്ചിമാരുടെ പരിപാടികള്, ആ അങ്ങനെയുള്ള പരിപാടികൾക്കാണ് ഞങ്ങൾ കൂടുതലും പോവാറ്. അത് ശരി. ആ പിന്നെ ഈ ബ്യൂട്ടി പാർലർ, ഏതെങ്കിലും ജെന്റ്സ് പാർലർ അങ്ങനെയുള്ള നടക്കാറുണ്ട്. അടുത്ത 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോയാലോ? 80,000 മോണിറ്റർ. പെട്ടെന്ന് തന്നെ. പത്മരാജൻ എഴുതിയ ഓർമ്മ എന്ന ചെറുകഥയെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം ഏതാണ്? ഓപ്ഷൻ എ ബാലേട്ടൻ, ഓപ്ഷൻ ബി കാലാപാനി, ഓപ്ഷൻ സി കിരീടം, ഓപ്ഷൻ ഡി കിലുക്കം, ഓപ്ഷൻ ഇ തന്മാത്ര. അമ്മച്ചി പറഞ്ഞു ഏത് സിനിമയായിരിക്കും അമ്മച്ചി? മോഹൻലാലിന്റെ. ആ ആ ആ ഓക്കെ. സൂപ്പറായി. പേരോർമ്മയുണ്ടോ? ആ ആ സിനിമ കണ്ടിട്ടുണ്ടോ അമ്മച്ചി? കണ്ടിട്ടുണ്ട്. ആ ഏതാ സിനിമ അത്? മോഹൻലാലിന്റെ തന്മാത്ര. പറഞ്ഞോ, തന്മാത്ര. തന്മാത്ര. ആ ഓക്കെ. തന്മാത്ര ഉത്തരം ശരിയാണ് അമ്മച്ചി. ഓ അമ്മയുടെ ഓർമ്മശക്തി സൂപ്പറായിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങേർക്ക് മറവി വരുക, അതാ പ്രശ്നം. ഓക്കെ. അപ്പൊ 30,000 രൂപ കൈ കിട്ടി. 30,000. അപ്പൊ അമ്മച്ചി ജീവിതമൊക്കെ സന്തോഷമായിട്ട് പോകുന്നു. കിടന്ന ഉറക്കമൊക്കെ വരുമല്ലോ? അതോ ഈ അച്ചാറിന്റെ കാര്യമൊക്കെ കുറഞ്ഞ് ഉറക്കം വരാതിരിക്കുവോ? അതില്ല. ആ അച്ചാറിന്റെ കാര്യം ഉറങ്ങിട്ട് അങ്ങനില്ല. ഇല്ല, കുഴപ്പമില്ല. പിന്നെ ചില ദിവസങ്ങളിൽ ഉറക്കത്തിന് കുറവാണ്. ഈ വാദത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടോ? വാദത്തിന്റെ ഒന്നുമില്ല. ഈ പിള്ളേരെ കൊണ്ട് ശല്യമൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല, ഒന്നുമില്ല. അപ്പൊ ജിൻസൺ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? അല്ലല്ല, ലവ് മാരേജ്. അതെന്തുപറ്റി? സ്നേഹിച്ചു പോയില്ലേ അമ്മച്ചി? ഓക്കെ. സ്നേഹിച്ചു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ കുഞ്ഞിലെ മുതൽ അറിയാം. ഞങ്ങളൊക്കെ ഒരേ ഇടവക, ഒരേ നാട്ടുകാർ, എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ആ കുഞ്ഞിലെ മുതൽ പ്രണയമൊന്നുമില്ല. കല്യാണത്തിന് കുറച്ച് നാൾ മുമ്പ് ഞാൻ ഗൾഫിൽ നിന്ന് ലീവിന് വന്നിട്ട് ഞാൻ ഞങ്ങളുടെ ടൗണിൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ വിപിൻ ദാസും കൂടി നിൽക്കായിരുന്നു. വൈകുന്നേരങ്ങളിൽ സായങ്കാലങ്ങളിൽ ഇങ്ങനെ ചെന്ന് നിൽക്കുമല്ലോ നമ്മള്. നിൽക്കുന്ന സമയത്ത് കൂട്ടുകാരൻ പറഞ്ഞു ഇതേടാ പിറകിന്ന് വന്നതാരാന്ന് നോക്കിയെന്ന്. നിനക്ക് അറിയാമോന്ന് ചോദിച്ചു. തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോ ഒരു ഹൈറ്റൊക്കെ ഉണ്ടായിട്ട് ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് ഒരു പെൺകുച്ചി. ഒന്നും കൂടി ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞപ്പോ റോസ്മി. അപ്പൊ ഞാൻ പറഞ്ഞു എടാ നമ്മുടെ റോസ്മി അല്ലേ? ആ മറ്റേ സോഡാപ്പൂൾ പോലത്തെ കണ്ണടയൊക്കെ വെച്ച് അപ്പൊ അവളിങ്ങനെ നീ നാട്ടിലില്ലാത്തോണ്ട് നിനക്ക് അറിയാണ്ടാണ് അവളിങ്ങനെയൊക്കെ. ഇപ്പൊ അവൾ എന്ത് ചെയ്യണാവോ? അപ്പൊ ഇവിടെ അടുത്തെത്തി. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഒരു കപ്പുറത്തൊക്കെ തിന്നിട്ടൊക്കെയാണ് നിന്നിരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു റോസ്മി കപ്പുറത്താണോ? അപ്പൊ ജിൻസ് ഞാൻ എന്റെ നാട്ടിൽ വന്നു. ഇങ്ങനെ വന്നു. ഞാൻ ചോദിച്ചു എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ ഇങ്ങനെ കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം, ക്ലാസ് ഒക്കെ കഴിഞ്ഞ്. ഓക്കെ കാണാട്ടാന്ന് പറഞ്ഞു. പിന്നെ അവിടെ ചെന്ന് നിൽക്കണത് ഇവിടെ കാണാൻ വേണ്ടിയായി. അങ്ങനെ അന്ന് തന്നെ തുടങ്ങിയോ? അല്ല നമുക്ക് അപ്പൊ അവൾക്ക് അറിഞ്ഞൂടായിരുന്നു. നമ്മള് പിന്നെ ലീവിന് വന്നേക്കണ്. പണിയൊന്നുമില്ല. അത് തന്നെ. അപ്പൊ അങ്ങനെ നിന്ന് പിന്നെ ഇവള് ഭക്തയാണ്, ഭയങ്കര ഭക്ത. അപ്പൊ ഞാൻ നോക്കിയപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് ഇംപ്രസ് ചെയ്യിക്കണല്ലോ. രാവിലെ ഞാനും എഴുന്നേറ്റ് പള്ളി. ഞാനും ഭക്തനാണ്, പക്ഷേ അതാണ്. അപ്പൊ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടിയും പള്ളിയിൽ പോക്ക് തുടങ്ങി, കുമ്പസാരം തുടങ്ങി, കുർബാന സ്വീകരിക്കലായി. ഇവളവിടെ വന്ന് കുർബാന സ്വീകരിക്കുന്നു, ഞാൻ ഓപ്പോസിറ്റ് വന്ന് കുർബാന സ്വീകരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് സന്തോഷം. അപ്പൊ ഇവള് കുർബാന കഴിഞ്ഞിട്ട് സിമിത്തേരി പോകുന്നു, ഞാനും പിന്നാലെ പോകുന്നു. തിരിച്ചു വരുമ്പോ സിമിത്തേരി പോകുമ്പോ ആളുകളൊക്കെ പോയിട്ടുണ്ടാവല്ലോ. തിരിച്ചു വന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു. അപ്പൊ ഞാനൊരു ദിവസം ഒരു ശനിയാഴ്ച അവളോട് പറഞ്ഞു നാളെ 5:30 കുർബാനക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അതെന്തിനാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ജസ്റ്റ് 5:30 കുർബാനക്ക് നമ്മളോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടാ. നമ്മള്
പറയണ എന്തെങ്കിലുമൊക്കെ അനുസരിക്കുമോ നോക്കാനായിട്ട് നമ്മളൊരു ചെറുത് ടെസ്റ്റ് ഇട്ടതാ. ഒരു ടെസ്റ്റ് ഇട്ടതാണ്. മാമക്ക് നാണോണ് മൊത്തം. അപ്പൊ ഞാനൊരു ടെസ്റ്റ് ഇട്ട് നോക്കി, എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും നോക്കാൻ. അതിനിടയ്ക്ക് അമ്മച്ചോട് വല്ലതും പറഞ്ഞായിരുന്നു? ഇല്ല, പറഞ്ഞിട്ടില്ല, കണ്ടുപിടിച്ച്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ 5:30 എന്ന് പറഞ്ഞിട്ട് ഞാൻ 5 മണിക്ക് എണീറ്റ് കുളിച്ച് കുട്ടപ്പനെ റെഡിയായി 5:30 കുർബാനക്ക് ഇവള് നിക്കണതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ ചെന്ന് നിക്കണ്. എവിടെ വന്നില്ല. ഞാൻ 5:30 കുർബാനക്ക് നിന്ന് 5:35 സാധാരണ കുർബാനക്ക് മുമ്പ് വന്ന് ഒരു ഒന്നേക്കെ ചെല്ലി കുർബാനക്ക് നിക്കണവള് അന്നില്ല അവിടെ. വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോ ഓടി വന്നിയാ നോക്കിയപ്പോ വന്ന് 5:30 കുർബാനക്ക്. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് കുർബാനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ പറഞ്ഞോളോട്, എടീ എനിക്കിങ്ങനെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്, നിനക്ക് താല്പര്യം ഉണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു എന്നോട് ചോദിക്കണ്ട, ആദ്യം വീട്ടിൽ വന്ന അപ്പച്ചനോടും അമ്മച്ചനോടൊക്കെ ചോദിക്കും, അവരൊക്കെ ആണെങ്കിൽ എനിക്ക് വേറെ എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനാണെങ്കിൽ അന്ന് വീടും സ്ഥലവും ഒന്നും അങ്ങോട്ട് ആയിട്ടില്ല, അങ്ങോട്ട് പോയി ചോദിക്കാനുള്ള ഒരു കോൺഫിഡൻസും ഇല്ല. അപ്പൊ ഞാൻ ആലോചിച്ചത് ഒന്നും കൂടി ഗൾഫിലൊക്കെ പോയിട്ട് കുറച്ച് പൈസയും കൂടി ഒക്കെ ഉണ്ടാക്കിയിട്ട് പതുക്കെ വന്നിട്ട് ആലോചിക്കാം. ഞാൻ എന്ത് ചെയ്തു, നേരെ വീട്ടിൽ ചെന്നിട്ട് അപ്പച്ചനോട് പറഞ്ഞു, ഒരു വൈകുന്നേരം ഞായറാഴ്ച വൈകുന്നേരം അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചൻ എനിക്ക് ഇങ്ങനെ പള്ളിയുടെ അവിടെ ഉള്ള മാർട്ടിൻചാൻ്റെ മോളെ ഇഷ്ടമാണ്. അപ്പൊ അപ്പച്ചനൊരു കാര്യം ചെയ്യും, ഞാനിപ്പോ ഗൾഫിൽ പോയി കഴിഞ്ഞ് ഒരു 1.5 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സെറ്റപ്പ് ഒക്കെ ആവുകയാണെങ്കിൽ അപ്പച്ചൻ ഒന്ന് ചെന്നിട്ട് അവളുടെ വീട്ടിൽ സംസാരിക്കണം, എനിക്ക് അവളെ ഇഷ്ടമാണ്, കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്, അപ്പച്ചനോട് ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ശരി എന്ന് പറഞ്ഞു. അപ്പച്ചനൊന്നും വേണ്ടിയില്ല, സൈലന്റ് ആയിട്ടിരുന്ന് ഇത് മുഴുവൻ കേട്ടോണ്ടിരുന്നു. പിറ്റേ ദിവസം എന്റെ കൂട്ടുകാരന്റെ പെങ്ങളുടെ കല്യാണത്തിന് പോയിട്ട് ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് വരണ്ട് വീട്ടിലേക്ക്. അപ്പൊ കലങ്കിന്റെ അവിടെ കാത്തിരിക്കണം അപ്പച്ചൻ. അപ്പൊ കലങ്കിന്റെ അവിടെ എത്തി കഴിഞ്ഞപ്പോ അപ്പച്ചൻ എന്നെ വിളിച്ച് നിർത്തിച്ച്, വന്നേ എന്താണ്, ഞാൻ അവളുടെ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്, അപ്പൊ അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇപ്പേ എന്തിനാണ് വൈകിക്കണേ, ഞാൻ പോയി കാര്യം സംസാരിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞു, വീടും സ്ഥലം ഒന്നും ആയിട്ടില്ല, ആവണുള്ളൂ, അത് വാങ്ങിക്കാനുള്ള പൈസയും ചിട്ടിയും കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുണ്ട്, ഉടനെ തന്നെ വാങ്ങിക്കും, അതിന്റെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ ഗൾഫിൽ തിരിച്ചു പോകാൻ പോവാണ്, അടുത്ത പ്രാവശ്യം ചിലപ്പോൾ 1.5 വർഷം 2 വർഷം ആകുമ്പോഴേക്കും തിരിച്ചു വരും, അന്ന് കല്യാണം നടത്താം, ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്കങ്ങോട്ട് വല്ലാണ്ട് കാര്യം, നമുക്കൊരു അഭിമാനത്തിന്റെ ഒരു പ്രശ്നം, കാര്യം വീടും സ്ഥലമൊന്നും ആയിട്ടില്ല, പിന്നെ ഈ പ്രണയം എന്ന് പറഞ്ഞ വികാരം ഉള്ളിൽ നിന്ന് വരണായതുകൊണ്ട് അതിന് വീടും സ്ഥലമൊന്നും നോക്കാൻ അറിഞ്ഞൂടല്ല. അപ്പൊ ഞാനിത് അവതരിപ്പിച്ച് അപ്പച്ചനെ പിറ്റേ ദിവസം തന്നെ അവരുടെ വീട്ടിൽ പോയി അവതരിപ്പിച്ച്. ഇത് എനിക്കങ്ങ് ടെൻഷനായി. അവര് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, അടുത്ത ഞായറാഴ്ച റോസ്മീനെ കാണാനായിട്ട് അമ്മേനെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്റെ പൊന്നെ എനിക്കങ്ങ് ടെൻഷനായി, ആകെ പ്രശ്നമായി. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു സംഭവം നടന്നു. സംഭവം വേറെ ഒന്നുമില്ല, ഞാനും അനിയനും ഒരു ചെറിയ പ്രശ്നത്തിൽ ഇൻസൾട്ടഡ് ആയിട്ടുണ്ടായിരുന്നു. സംഭവം വേറെ ഒന്നുമില്ല, അനിയനും ഞാനും കുഞ്ഞിലെ കളിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് അനിയന്റെ കാല് പൊട്ടി, ചെറുവിരൽ പൊട്ടി, നഖം പോയി. അപ്പൊ ഈ നഖം പോയി കഴിഞ്ഞ് ഞങ്ങൾ റോട്ടിൽ കൂടി ഇങ്ങനെ ചോര ഒലിപ്പിച്ച് നടക്കുന്ന സമയത്ത് നാട്ടിൽ തന്നെ ഉള്ളൊരു ചേട്ടൻ്റെ അടുത്ത് ആ ചേട്ടൻ ബൈക്ക് ഉണ്ട്. അപ്പൊ ആ ചേട്ടൻ്റെ അടുത്തൊന്ന് വീട്ടിലേക്ക് ആക്കി തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യം, നിന്നെയൊക്കെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് എനിക്കെന്ത് കിട്ടാനാണ്, നടന്ന് ഞങ്ങൾ പോയാൽ മതി. അപ്പൊ അപ്പച്ചൻ സാധാരണ ഓട്ടോറിക്ഷക്കാരനാണ്, ആ ഒരു ജീവിതം. അപ്പൊ ഞാനും അനിയനും കൂടി ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് വെച്ച് എനിക്കല്ലേ ചിന്തിക്കണേ, കാണാട്ടാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞ കാര്യം, എന്ത് കാണാട്ടാന്ന്, നീ ഓക്കെ തങ്കച്ചന്റെ മക്കളല്ലേ, കോഴിക്ക് മുല വന്നാലും ഇതിൽ കൂടി ഒന്നും ബൈക്കിനൊന്നും നടക്കാൻ പോകാം, നമുക്കറിയാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് പറഞ്ഞ പുള്ളി. എനിക്കും അനിയനത് ഭയങ്കര ഇൻസൾട്ടഡ് ആയി. ഞങ്ങൾ ഒരുമിച്ച് ഗൾഫിലുണ്ടായിരുന്ന സമയത്തും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു കാര്യം വരുന്നത്, പുള്ളി ഒന്ന് പറഞ്ഞ ഓർമ്മയില്ല. അപ്പൊ അവൻ പറയും ഓർമ്മയുണ്ട്, നമുക്ക് റെഡിയാക്കാം. അങ്ങനെ എന്ത് വാങ്ങിക്കണേക്കാളും മുമ്പും, അതായത് ലൈഫിൽ എന്തൊരു അച്ചീവ് ചെയ്യണേക്കാളും മുമ്പ് അച്ചീവ് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം ഒരു ബൈക്കാണ്. ഒരു 2 വീലർ വാങ്ങണമെന്നായിരുന്നു. ഗൾഫിലുണ്ടായിരുന്ന ഓരോ സെക്കൻഡിലും ഞങ്ങൾക്ക് ആ വെയിലത്തൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു കനലി തീയായി മാറിയത് ഈ ഒരു വിചാരം മനസ്സിലിട്ട് ഇങ്ങനെ ഊതി അങ്ങനെ ആദ്യമായിട്ട് ബുള്ളറ്റ് ഒരെണ്ണം വാങ്ങിക്കുന്നു. അങ്ങനെ ഈ അപ്പച്ചൻ പോയി ആലോചിച്ചതിൻ്റെ അടുത്ത ആഴ്ചയിലാണ് ഈ ബുള്ളറ്റ് വാങ്ങിക്കണത് ഞങ്ങൾ. ഡിസംബർ 9 തീയതി ഈ ബുള്ളറ്റ് വരെയാണ്, ഡെലിവറി വരെയാണ്. ആ ബുള്ളറ്റ് ഡെലിവറി എടുത്തിട്ട് ഞാൻ നേരെ ഈ ചേട്ടനുള്ള സ്ഥലം കണ്ടുപിടിച്ച് ആ ഒരു ഗ്യാങ്ങിൻ്റെ അവിടെ കൊണ്ടേ ബുള്ളറ്റ് വെച്ചിട്ട് ഞാൻ ഈ ചേട്ടനാണ് താക്കോല് കൊടുക്കണത്, ഒന്ന് ഓടിച്ച് നോക്കാൻ പറഞ്ഞു. പുള്ളി അത് നിരസിച്ച്. പുള്ളി പറഞ്ഞു ഞാൻ കുറേ ബുള്ളറ്റൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ചിറ്റാറ്റുകരയിൽ പിയേഴ്സൺ മാഷിന്റെ മോൻ ശ്യാംപ്രസാദ്, അവന് മാത്രമേ ഉള്ളൂ ബുള്ളറ്റ്. രണ്ടാമത്തെ ബുള്ളറ്റ് വാങ്ങണത് തങ്കച്ചന്റെ മക്കളാണ്. അതിനുശേഷം പുള്ളി അത് ഓടിച്ചൊന്നുമില്ല, പുള്ളി നിരസിച്ച്. ഓക്കെ, ആ ദിവസമാണ് വൈകുന്നേരം ഞാൻ റോസ്മീരുടെ അടുത്ത് വീണ്ടും ബുള്ളറ്റിന് ചെല്ലണത്. പ്രസവിക്കണമല്ലോ എങ്ങനെയെങ്കിലും. റോസ്മീരുടെ അടുത്ത് ബുള്ളറ്റിന് ചെന്നപ്പോഴും റോസ്മി പറഞ്ഞു ഇത് തന്നെ. ചേട്ടൻ്റെ അപ്പച്ചൻ വീട്ടിലൊന്ന് ആലോചിച്ച്, വീട്ടിലെ എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിനെയും വന്ന് കണ്ട് സംസാരിക്കും ചേട്ടൻ നടന്നു വന്നപ്പോഴും സൈക്കിളിന് വന്നപ്പോഴും ഞാൻ എന്താണോ പറഞ്ഞത്
അത് തന്നെ എനിക്ക് ഈ ബുള്ളറ്റിന് വന്നപ്പോഴും പറയാനുള്ളൂ. അല്ലാതെ ബുള്ളറ്റ് കണ്ടു മയങ്ങണ കുറെ പെണ്ണുങ്ങളുണ്ടാവും എന്നാ കൂട്ടത്തിൽ. അത് അങ്ങനെ കണക്കൂട്ടിയല്ലേ? ഇതായിരിക്കണം. അതൊക്കെ സൂപ്പർ ഡയലോഗ് ആയിരുന്നു. സിനിമയിലായിരുന്നെങ്കിൽ കൈയടി വേട്ടിയാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞ് ഞാൻ അമ്മച്ചിനെയും കയറ്റിക്കൊണ്ട് നേരെ റോസ്മിയുടെ വീട്ടിലേക്ക് ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഓക്കെ, അവരും അന്വേഷിച്ചത് ഒരിക്കലും എൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ല, എൻ്റെ ക്യാരക്ടർ എന്താണെന്നും എൻ്റെ സ്വഭാവം എന്താണെന്നും അതിൻ്റെ പ്രശ്നങ്ങളും എല്ലാം അത് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതൊക്കെയാണ് അവരാലോചിച്ചത്. എനിക്ക് റോസ്മിയുടെ വീട്ടുകാരോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയൊരു കാര്യമുണ്ട്. ഞാൻ അവരോട് ആരോടും ഷെയർ ചെയ്തിട്ടില്ല. വേറെ ഒന്നുമല്ല, എനിക്ക് ഒരു താമസിച്ചിരുന്ന വീട് ഒരു ഓടിട്ട പഴയ വീടായിരുന്നു. ആ വീട്ടിലാണ് റോസ്മിയുടെ വീട്ടുകാരി നിശ്ചയം, അതായത് ഉറപ്പിച്ച് വെക്കാനായിട്ട് ആ വീട്ടിലേക്കാണ് വരുന്നത്. പുതിയ ഇപ്പം താമസിക്കുന്ന വീടൊന്നും അന്ന് പണിതിട്ടില്ല. ആ വീട്ടിലോട്ട് വന്നിട്ട് പോലും അവരുടെ ഒരു മുഖം ചുളുങ്ങൽ പോലും ഞാൻ കണ്ടില്ല. ഞാൻ ആ വീടിന്റെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ ആ പരിപാടി ഫിക്സ് ചെയ്തതിന്റെ പേരിൽ അതൊന്ന് മുടക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂട്ടുകാരുടെ ഒപ്പം കൂടി കൊടൈക്കനാലിൽ പോയി നിന്ന് വീട്ടിൽ അറിയിക്കാൻ പോയോ? വീട്ടിൽ അറിയിച്ചിട്ടാണ് പോയത്. വീടിന്റെ അവസ്ഥ അവർ കാണുന്നു. അതാണ് ഒരു അപകർഷത. അതൊക്കെ ഇപ്പൊ ഉള്ളിന്ന് പോയിട്ടില്ലേ? പുള്ളിന്ന് പോയി. ഇപ്പൊ ഈ അച്ചാർ എക്സ്പോർട്ടർ ഒക്കെ ആയപ്പം അല്ലേ അതൊക്കെ പോയില്ലേ? അതന്ന് ഞാൻ മനഃപൂർവ്വം മാറി നിന്നിട്ട്. പക്ഷെ ഈ അപ്പച്ചന്മാര് രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് പിടിപിടിന്ന് തീരുമാനങ്ങൾ എടുക്കണം. എനിക്കൊന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത തീരുമാനങ്ങളായിരുന്നു. ഇവര് പറഞ്ഞ എന്തായാലും ജിൻസൺ ഇന്നിവിടെ എത്തണം, ഇന്ന് എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വരും, നിശ്ചയം നടത്തും. അപ്പൊ നീ അവിടെ ഇല്ലെങ്കിൽ അത് ഭയങ്കര ഒരു പ്രശ്നമാവും. ഉടനെ തന്നെ അവിടെ നിന്ന് റിട്ടേൺ വരാൻ പറഞ്ഞ് കട്ട് ചെയ്യണ ഫോൺ. അവിടെ കാര്യങ്ങൾ തുടങ്ങി. പിന്നെ എനിക്ക് വരാതെ പറ്റൂല, കൂട്ടുകാരന്മാരും വന്നു. അടുത്ത ചോദ്യത്തിലേക്ക് 40,000 രൂപയുടെ ചോദ്യമാണ്. അമ്മച്ചി 40,000 രൂപയുടെ ചോദ്യം. മോണിറ്റർ. ഇനി പറയുന്നതിൽ ഏത് ക്രിസ്തീയ ദേവാലയമാണ് ചൂലെ നേർച്ചയായി നൽകുന്നതിന് പ്രസിദ്ധമായത്? ഓപ്ഷൻ എ വേളാങ്കണ്ണി, ഓപ്ഷൻ ബി അർത്തുങ്കൽ, ഓപ്ഷൻ സി വല്ലാർപാടം, ഓപ്ഷൻ ഡി കുമരങ്കരി, ഓപ്ഷൻ ഡി മണ്ണാർക്കാട്. അത് വല്ലാർപാടം. കൂട്ടട്ടോ നോക്കിയാൽ മാതാവേ ഇടൂലായിരിക്കും. അമ്മയുടെ പേര് അത് തന്നെയല്ലേ? കൂട്ടട്ടോ അമ്മച്ചി? ഓപ്ഷൻ സി വല്ലാർപാടം. ഞാൻ പൂട്ടി. ഇപ്പൊ എത്ര രൂപയുടെ ചോദ്യമാണെന്നറിയാം അമ്മച്ചി? 40,000 രൂപയുടെ ചോദ്യമാണ്. 40,000 എണ്ണി കൊടുക്കും കേട്ടോ. 40,000 വിജയിച്ചാൽ 40,000. തോറ്റുപോയാലാണല്ലോ അമ്മച്ചി. തോറ്റാലേ 3,000 രൂപ. എങ്ങനെ ഉണ്ടാവും? അത് തന്നെയാണോ? അപ്പൊ വല്ലാർപാടം എന്ന് നിങ്ങൾ പറഞ്ഞു. ആ ഉത്തരം തെറ്റാണ് എന്ന് പറഞ്ഞ അമ്മച്ചി ചൂലെടുത്ത് തന്നെ അടിക്കും. അത് ഉത്തരം ശരിയാണ്. ശരിയാണ് അമ്മച്ചി. സൂപ്പറായില്ലേ? ഞാൻ റോസ്മിയും പ്രണയിച്ച് കിടക്കുന്ന സമയത്ത് വല്ലാർപാടത്ത് പോയി മുറ്റടിച്ചിട്ടുണ്ടോ? ആ ചുമ്മാ. ഓക്കെ, എളുപ്പം നടക്കാനല്ലേ? അമ്മച്ചിയോട് എപ്പോഴായി പ്രണയകഥയൊക്കെ പറയുന്നത്? എന്നോട് പറഞ്ഞറിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അല്ലെങ്കിൽ തടഞ്ഞനെ അല്ലേ? അതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ അമ്മച്ചി? അതിന്റെ ആവശ്യമില്ല. ഇല്ല. ഓക്കെ. പിന്നെ ഇവൻ പോയപ്പോ ഒരു പെണ്ണ് പുറയിലിരിക്കണ ഞാൻ കണ്ടല്ലേ? ഏത് പെണ്ണാന്ന് ചോദിച്ചില്ലേ അമ്മച്ചി? എടാ ജിൻസ അവിടെ നിന്നാടാന്ന് പറഞ്ഞു. അപ്പൊ വണ്ടി വേഗം പോയി. നിക്കാൻ പറഞ്ഞപ്പോ നല്ല പറഞ്ഞ കേൾക്കുന്ന മകനാണല്ലോ. എന്നിട്ട് വണ്ടി വേഗം തള്ളിവിട്ട് കൊറേ ഓടി അമ്മച്ചി? ഞാനെങ്ങും പോയില്ല. ഞാൻ പള്ളിയിലോട്ട് പോയിരുന്നു. ഞാൻ പള്ളിയിൽ പോയി. പരിപാടിയൊക്കെ മനസ്സിലായി പറഞ്ഞോ അമ്മച്ചി? വീട്ടിൽ വന്നപ്പോ ഞാൻ വീട്ടിലൊന്നപ്പോ കാര്യങ്ങള് ചോദിച്ചു. ഞാൻ പറഞ്ഞു വീട്ടില് ഇങ്ങനെ ജിൻസന്റെ പുറകിൽ ഒരു പെണ്ണിരിപ്പുണ്ടായിരുന്നു. ഞാൻ വിളിച്ചപ്പോ അവര് വണ്ടി കൊണ്ട് പോക്കളഞ്ഞു. പെണ്ണേതാണെന്ന് എനിക്കറിയാൻ വേണ്ടായി. പിന്നെ ലാസ്റ്റ് മനസ്സിലായി. ആദ്യമായിട്ടാണോ ഇങ്ങനെ അമ്മച്ചി കാണുന്നത്? അമ്മച്ചിയുടെ കണ്ണിന് ഭയങ്കര പവറാണല്ലോ. കണ്ണടയൊന്നും വേണ്ട അല്ലേ അമ്മച്ചി? വേറെ ഒരു അടിപൊളി സംഭവം ഉണ്ടായിട്ടുണ്ട്. കണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അമ്മാമ്മ പള്ളിയിലെ കഴിഞ്ഞിട്ട് വരണേ, നടന്നു വരണേ. ഞാൻ ഓപ്പോസിറ്റ്, അമ്മാമ്മയുടെ ഓപ്പോസിറ്റ് ബൈക്കിന് പോണ്. അപ്പൊ അമ്മാമ്മ എന്താണ് നടന്നു തന്നെ, ഓട്ടോറിക്ഷക്ക് പൈസ കൊടുത്തുള്ള എന്നിട്ട് നടന്നു വരാനുള്ള രീതിയിൽ ഞാൻ അമ്മാമ്മനെ ഇങ്ങനെ നോക്കണം. അപ്പൊ അമ്മാമ്മ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ച്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ അമ്മാമ്മ എന്നോട് പറയണേ, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പ്രായമായിരുന്നൊന്നും ഇല്ല. ഞാൻ പള്ളിന്ന് തന്നെ ഇവിടുന്ന് ഒരു ചെക്കൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കി അങ്ങോട്ട് പോണ്ടാന്ന്.
ഇവനായിരുന്നു അമ്മച്ചിയെ മനസ്സിലായില്ലല്ലേ? ആദ്യം മനസ്സിലായില്ല. അമ്മ അല്ല മനസ്സിലാവാഞ്ഞത് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോ എനിക്ക് മനസ്സിലായില്ല, കാരണം എനിക്ക് സൂക്ഷക്കുറവുണ്ട്. ആ അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പൊ ഞാൻ പോന്നിട്ട് ഇവൻ ഇങ്ങനെ തിരിഞ്ഞിങ്ങോട്ട് ഇങ്ങനെ നോക്കണുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇവന് നോക്കണ്ടുണ്ട് ഇങ്ങോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞേ പിള്ളേരല്ലേ? പ്രായമായ എന്നെ ഇങ്ങനെ നോക്കുമ്പോ പിന്നെ വേറെ പെങ്ങളാകൾ ഇട്ടേക്കോ എന്താ എന്നും പറഞ്ഞ് ഞാൻ വീട്ടിലൊന്ന് പറഞ്ഞു. അപ്പോഴാ അറിയുന്നത് മുച്ചുമോനാന്നല്ലേ? ഓക്കെ, അത് കലക്കി എന്തായാലും അമ്മച്ചി. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്. അത് സൂപ്പറായി. 1.5 ലക്ഷം രൂപയുടെ ചോദ്യം. അപ്പൊ അമ്മച്ചി ഇന്ന് പിടിച്ചോണം, നമ്മള് ഇന്ന് പൊങ്ങാൻ പോവാ. ആണോ? പിടിച്ചോണേ. ഇവിടെ തന്നെ കുട്ടേട്ടാ പിടിച്ചോ. ലെവൽ 2. ഇങ്ങനെയുണ്ട്. അമ്മച്ചിക്ക് ഇഷ്ടമായി. 1.5 ലക്ഷം രൂപയുടെ ചോദ്യം അമ്മച്ചി. 50,000 രൂപയുടെ ചോദ്യം. മോണിറ്റർ. മലയാളത്തിൽ ഏറ്റവും അധികം ചിത്രങ്ങളിൽ ഡബിൾ റോളിൽ അഭിനയിച്ചിട്ടുള്ള നടൻ ആരാണ്? ഓപ്ഷൻ എ സത്യൻ, ഓപ്ഷൻ ബി മമ്മൂട്ടി, ഓപ്ഷൻ സി ഭരത് ഗോപി, ഓപ്ഷൻ ഡി പ്രേം നസീർ, ഓപ്ഷൻ ഇ ജഗദീഷ്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഏതാ അമ്മച്ചി? ആരാ പാർട്ടി? ആരാ? നസീർ. അമ്മച്ചി നസീറിന്റെ സിനിമ കണ്ടിട്ടുണ്ടോ? ഏത് സിനിമ കണ്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ ഏതെങ്കിലും സിനിമ? ഇപ്പൊ ഓർമ്മയില്ല. അപ്പൊ പൂട്ടിയ കേട്ടോ, വേറെ നോക്കണ്ടല്ലോ. ഓപ്ഷൻ ഡി പ്രേം നസീർ. അമ്മച്ചി പറഞ്ഞ ഉത്തരം ശരിയാണ് അമ്മച്ചി. 1.5 ലക്ഷം രൂപ അമ്മച്ചി കൈ കിട്ടി. കുട്ടേട്ടാ പറഞ്ഞോളൂ. അമ്മാമ്മയോട് കുട്ടേട്ടൻ ഒരു കാര്യം ചോദിക്കാനുണ്ട്. കൊച്ചുമോന്റെ കാലൊരിക്കൽ മുറിഞ്ഞ സമയത്ത് അമ്മാമ്മ ഫെവിക്കോൾ പുരട്ടി കൊടുത്തു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഉണ്ടായ അമ്മച്ചി ഫെവിക്കോൾ പുരട്ടി കൊടുത്തു? എന്താ പറ്റി അമ്മച്ചി? അതും പോയി. ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് എന്റെ കാല് വീണ് പൊട്ടി. അമ്മാമ്മ കണ്ണട വെച്ചു കൊടുത്ത് കണ്ണട നോക്കിയിട്ട് കാണാനുമില്ല. ഞാനാണെങ്കിൽ വന്ന് കിടന്ന് ഉറങ്ങിയും പോയി. കാല് പൊട്ടിയതിന്റെ ഓയിൽമെന്റും കൊണ്ടാണ് ഞാൻ വന്നത്. പഴയ വീട്ടിലായിരുന്ന സമയത്ത്. അപ്പൊ അലമാരിയിൽ ഈ ഓയിൽമെന്റ് ക്രീമുകൾ, നമ്മ മുഖത്തിടുന്ന ക്രീമുകൾ, അങ്ങനെ സകല സാധനവും ഒരു അലമാരി, ഒരു ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന അലമാരി ഉണ്ട്, അതിനകത്താണ് ഇട്ടിരുന്നത്. ഞാൻ വന്ന് കിടന്നുറങ്ങിയപ്പോ സുഖവിവരം അന്വേഷിക്കാനായിട്ട് അമ്മാമ്മ പൊട്ടിയതറിഞ്ഞിട്ട് വന്ന് നോക്കിയപ്പോ ചോരയൊക്കെ പൊടിഞ്ഞ് നിൽപ്പുണ്ട്. അമ്മാമ്മ നോക്കിക്കഴിഞ്ഞപ്പോ ഈ ഓയിൽമെന്റ് ഒന്നും ഈ ചെറുക്കൻ തേച്ചിട്ടില്ല, ഇതെവിടെ കൊണ്ട് വെച്ചേക്കണേന്നാവോന്നും പറഞ്ഞ് വന്ന് തപ്പിത്തടഞ്ഞ് ഒരു ട്യൂബില് വന്ന ഫെവിക്കോളില് ആ കൂട്ടത്തിൽ കിടപ്പുണ്ടായിരുന്നു. ഈ മരുന്നും ഉണ്ടായിരുന്നു, ഫെവിക്കോളും ഉണ്ടായിരുന്നു. തപ്പിപ്പിടിച്ച അമ്മാമ എടുത്തത് ആ ട്യൂബിൽ തന്നെ ഫെവിക്കോള്. നേരെ അതിൽ നിന്ന് എടുത്ത് നല്ല നിറച്ചിങ്ങട് എടുത്ത് പൊത്തി അങ്ങോട്ട് വെച്ച് വന്ന് മറ്റേ ഇതിന്റെ മുകളിൽ. അത് നീറലല്ല, വേറൊരു സാധനം. നമുക്ക് ആ ഉള്ളിലിരുന്ന് ഇങ്ങനെ വിങ്ങി വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി അവര് മറ്റേ ഈ ഡെറ്റോളും ഇതൊക്കെ ഇട്ട് വരച്ച് ക്ലീൻ ചെയ്ത് ഡ്രസ് ചെയ്ത് ചെറിയൊരു ആദ്യം എനിക്ക് മനസ്സിലാവണില്ല ഇതെന്താണ് സംഭവം. ഓക്കെ, ഈ പരിപാടി ഭയങ്കര പ്രശ്നമാണല്ലോ അമ്മച്ചി. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. 60,000 രൂപയുടെ ചോദ്യം. 60,000 മോണിറ്റർ. ഇന്ത്യ അവസാനമായി ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നേടിയപ്പോ ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് ആരായിരുന്നു? ഓപ്ഷൻ എ സച്ചിൻ ടെണ്ടുൽക്കർ, ഓപ്ഷൻ ബി വിരാട് കോഹ്ലി, ഓപ്ഷൻ സി രോഹിത് ശർമ്മ, ഓപ്ഷൻ ഡി MS ധോണി, ഓപ്ഷൻ ഇ സൗരവ് ഗാംഗുലി. എന്ത് ഓർമ്മിച്ചിരിക്കുന്നത്? ഹലോ, കളിയൊക്കെ കാണാറുണ്ടോ? ടിവിയിൽ കാണാറുണ്ട്? അമ്മച്ചിക്ക് കളി കണ്ടാൽ മനസ്സിലാവൂ? കളി കാണും. സൂപ്പർ. ശ്രീലങ്കക്കെതിരെ പിടിവള്ളിയുണ്ട്, 2 പിടിവള്ളി അവിടെയുണ്ട്, 1 പിടിവള്ളി ഇവിടെയുണ്ട്. പിടിവള്ളി എടുക്കാം. ആരുടെ? കുട്ടേട്ടാ പറയൂ. ജിൻസൺ ആൻഡ് അമ്മാമ. ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. ഡി MS ധോണി, ഇ സൗരവ് ഗാംഗുലി. കഷ്ടമായി പോയോ? കൂട്ടാമോ? ഓപ്ഷൻ ഡി MS ധോണി. വിജയിച്ചാൽ 60,000 രൂപ, തെറ്റിയാൽ 5,000 രൂപ. 60,000 രൂപ പോയി കിട്ടിയോ? ഉത്തരം ശരിയാണ്. 2011 മത്സരത്തിലാണ് ഇതുണ്ടായത്. 60,000 രൂപ കിട്ടി. അപ്പൊ 60,000 രൂപ സൂപ്പറായി. അപ്പൊ നമുക്ക് 70,000 പോയാലോ? 70,000 മോണിറ്റർ.
അമ്മച്ചി ഒരു പാട്ടാണ് കേട്ടോ. (2009) പുറത്തിറങ്ങിയ ഏത് ചിത്രത്തിന് വേണ്ടിയാണ് ഈ ഗാനം പുനഃസൃഷ്ടിച്ചത്? ഓപ്ഷൻ എ ഭ്രമരം, ഓപ്ഷൻ ബി പുതിയ മുഖം, ഓപ്ഷൻ സി ലൗഡ് സ്പീക്കർ, ഓപ്ഷൻ ഡി ഋതു, ഓപ്ഷൻ ഡി ഭാഗ്യദേവ്. ഓപ്ഷൻ സി ലൗഡ് സ്പീക്കർ. ഉറപ്പാണോ? കൂട്ടട്ടോ ഞാൻ? അമ്മച്ചി പൂട്ടിയാ പിന്നെ രക്ഷയില്ല. പൂട്ടിയ കേട്ടോ? പൂട്ടി കെട്ടെ അല്ലേ? ഓക്കെ. അപ്പൊ എത്രായിരം രൂപയുടെ ചോദ്യമായിരുന്നു അറിയാം അമ്മച്ചി? 70,000 രൂപ. അപ്പൊ ഉത്തരം ശരിയാണെങ്കിൽ 70,000 രൂപയും കൈ കിട്ടും. തോറ്റു തൊപ്പിയിട്ടാലോ? പോയി എല്ലാം കൂടെ എത്ര കിട്ടുമെന്നറിയോ? 6,000 രൂപ. ആ, നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ലൗഡ് സ്പീക്കർ ശരിയായിരിക്കും അമ്മച്ചി? ഇത് ശരിയാണ്. എന്റെ അമ്മച്ചിക്ക് എന്തൊരു കോൺഫിഡൻസ്! എങ്ങനെ ഉത്തരം ശരിയാണ് അമ്മച്ചി? അപ്പൊ 70,000 രൂപ, 70,000. അമ്മച്ചിയോട് ഇനി വീഡിയോ ചെയ്യാൻ പാടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? സ്ത്രീകൾ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ഏതോ ഒരു ആന്റി ഒന്ന് പറഞ്ഞില്ലേ? ഷർലി ആന്റി പറഞ്ഞ? ആ പിന്നെ ഷർലി ആന്റി പറഞ്ഞു. അമ്മച്ചി ഓർമ്മയില്ലേ അത്? അതായത് സെയിം പ്രശ്നം. ഏത്? വീഡിയോ ചെയ്തോണ്ട് നടന്നാലൊന്നും ആന്റി എന്നെ വിളിപ്പിച്ച് എന്റെ അടുത്ത് പറഞ്ഞു, ജിൻസ സ്നേഹം കൊണ്ട് പറയുന്നത് വീഡിയോ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, ഞങ്ങൾ എല്ലാരും ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടായില്ലല്ല. നമുക്ക് ഒരു കല്യാണം കഴിച്ചേക്കണ്, ഒരു കുടുംബം ഉണ്ട്, ആ വീടിന് അത്യാവശ്യം കടങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ വീട്ടണ്ടേ? ഈ വീഡിയോ ഒക്കെ അടിപൊളിയാണ്, പക്ഷെ അത് ലീവിന് ഒരുമിച്ച് ചെയ്താൽ മതി. മോനൊരു കാര്യം ചെല്ലാൻ നോക്ക്, ഗൾഫിൽ പോവാൻ നോക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആന്റിയുടെ അടുത്ത് പറഞ്ഞിട്ടിരുന്നു, ആന്റി ഇപ്പൊ ഈ പരിപാടി കാണുന്നുണ്ടാവും. ആന്റിനോട് ഞാൻ പറഞ്ഞത്, ആന്റിയുടെ വീട്ടിൽ വെച്ചാണ് ഇത് എന്നോട് പറയണേ. ആന്റിയുടെ അടുത്ത് ഞാൻ പറഞ്ഞത്, ഇനി ഞാൻ ഈ വീട്ടിലേക്ക് വരണുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാൻ ലീവിന് വന്നിട്ട് മറ്റേ കശിനണ്ടി വണ്ടിപ്പരിപ്പും ചോക്ലേറ്റ്സ് ഒക്കെ ഇട്ട് ആന്റിനെ കാണാൻ തന്നെ, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു സക്സസ് ആയതിനു ശേഷം ആയിരിക്കും. സക്സസ് ആയതിനു ശേഷം ഒരു ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഞാനും അമ്മാമയും കൂടി ഇവിടെ ചെല്ലാണ് ചെയ്തത്. അല്ല, ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ എത്ര ഇടവേളയിൽ അടുത്ത വീഡിയോ ഇടുക? ആദ്യമൊക്കെ എല്ലാ മാസത്തിലും ഒരു 6 വീഡിയോ 8 വീഡിയോ ഒക്കെ ഇടുമായിരുന്നു. ഇപ്പൊ പക്ഷെ കുറച്ചും കൂടി ശ്രദ്ധിച്ചാണ് ഇടണത്. കാര്യം കാഴ്ചക്കാര് എണ്ണം കൂടുവരും തോറും വിമർശനം അതിനനുസരിച്ച് കൂടണം. അപ്പൊ നമ്മൾ ആദ്യം തമാശയാണെന്ന് കരുതി ചെയ്തിരുന്ന കണ്ടന്റ്സ് ഒക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് കീറി മുറിച്ച് നാശമാക്കും. ഞാൻ അമ്മാമേനെ പ്രാവശ്യം വിമർശിച്ചല്ല, ലൈവില് ഞങ്ങൾ രണ്ടുപേരും പോയേക്കണം. അപ്പൊ ലൈവില് ഒരു വിദ്വാൻ വന്നിട്ട് കമന്റ് ഇട്ട അമ്മാമക്ക്, ഈ 19-56 വയസ്സുള്ള അമ്മച്ചിക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിച്ചിട്ട്. ഞാനത് അമ്മാമേനെ വായിച്ച് കേൾപ്പിച്ച്, അമ്മാമേ ഇന്ന ആള് ഇങ്ങനെ പറയണ്, ഈ 19-56 വയസ്സുള്ള അമ്മാമക്ക് വേറെ പണിയൊന്നുമില്ലേ? അപ്പൊ അമ്മാമ പറഞ്ഞ മറുപടി അതിന്റെ മുകളിൽ പോയി. എന്നാണ് അമ്മാമ പറഞ്ഞത്, ഈ 19-56 വയസ്സുള്ള എന്നെ പണിക്ക് പറഞ്ഞ അമ്മാമ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ നിന്റെ പാട് നോക്ക്, ഈ 19-56 വയസ്സുള്ള എന്നെ പണിക്ക് വിടാൻ നോക്കണ നേരം കൊണ്ട് നിനക്ക് നല്ല തണ്ടും തടിയുണ്ടല്ലോ, നിനക്ക് വല്ല പണിക്ക് കൂടെ. അങ്ങനെ ചോദിച്ചല്ലേ? അത് സൂപ്പറായി. അമ്മാമ്മ ഈ അതിൽ അഭിനയിക്കുന്നത് അമ്മാമ്മയുടെ സ്വാഭാവിക അഭിനയാണോ അതോ സ്വാഭാവികമല്ലേ? ഓക്കെ. അപ്പൊ അമ്മച്ചി ഇങ്ങനെ തന്നെയാണ് അമ്മച്ചി? അങ്ങനെയാ അല്ലേ? അല്ലെ അഭിനയൊന്നുമില്ല പറഞ്ഞു അല്ലാണ്ട്. അത് ശരിയാ, ശരി. ഓക്കെ. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 80,000 രൂപയുടെ ചോദ്യം. 80,000 മറന്നു പോരുത്. 80,000 80,000 മോണിറ്റർ. കേരളത്തിന്റെ DGP ആയിരുന്ന ഏത് വ്യക്തിയാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ? ഓപ്ഷൻ എ TP സെൻകുമാർ, ഓപ്ഷൻ ബി ലോക്നാഥ് ബെഹ്റ, ഓപ്ഷൻ സി KS ബാലസുബ്രഹ്മണ്യൻ, ഓപ്ഷൻ ഡി രമൺ ശ്രീവാസ്തവ, ഓപ്ഷൻ ഇ ജേക്കബ് ഉന്നൂസ്. തീരുമാനമായോ? പിടിവള്ളികളുണ്ട്. ഒരു പിടിവള്ളി അവിടെ, ഒരു പിടിവള്ളി ഇവിടെ. അവിടെ ചോദിക്കാം. അവരോടാ ചോദിക്കാം. എന്താ കുഴപ്പം? എന്തിനാണ് അത് അറിയാവുന്ന നോക്കാമല്ലോ. വേണേ എടുത്താ മതി. അവർക്ക് അറിയായിരിക്കും അമ്മച്ചി. അവർക്കറിയാൻ പറ്റില്ല. BSc കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഉണ്ട് അവിടെ. അറിയാമോ? ഇവിടെ ശ്രദ്ധിക്കാമോ? കേരളത്തിന്റെ DGP ലോക്നാഥ് ബെഹ്റ, TP സെൻകുമാർ, രണ്ടുപേരിലാണ് സാധനം കിടക്കുന്നത്. ബാലസുബ്രഹ്മണ്യൻ അവരൊന്നും DGP അല്ല. ഈ ലോക്നാഥ് ബെഹ്റയാണ്. വിജയിച്ചാൽ 80,000, തോറ്റു തൊപ്പിയിട്ടാല് 7,000 രൂപ. അത് മതി, സമാധാനം. ഇത്രയല്ല, ഞാൻ ഒരെണ്ണമെങ്കിലും പറയാൻ പറ്റണേന്ന് ഓർത്താണ് വന്നത്. 7 എണ്ണം പറഞ്ഞല്ല. ഒരു പിടിവള്ളിതാ.
അമ്മാമ ആൻഡ് ജെയ്സൺ. ഇത് കുട്ടിയേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. ബി ലോക്നാഥ് ബെഹ്റ, സി KS ബാലസുബ്രഹ്മണ്യൻ. ബി ലോക്നാഥ് ബെഹ്റ. ഏ ബി ലോക്നാഥ് ബെഹ്റ. കൂട്ടോ കുട്ടിക്കോ എന്തായാലും അറിഞ്ഞൂടാ. ഓപ്ഷൻ ബി ലോക്നാഥ് ബെഹ്റ. കൂട്ടി കൂട്ടി പൂട്ടി അമ്മച്ചി, ആ. പൂട്ടി. കുട്ടിക്കെത്തി. ഇനി പൂട്ടിയെന്ന് അറിയില്ല, ആപ്പീസ് പൂട്ടിയെന്ന് അറിയില്ല. ഓക്കെ, 80,000 രൂപയുടെ ചോദ്യമായി. 80,000. എന്താ പറയാ, വലിയ സങ്കടമായി പോയി അമ്മച്ചി, സങ്കടമായി പോയി. അപ്പൊ ഓപ്ഷൻ ബി ലോക്നാഥ് ബെഹ്റ ഉത്തരം തെറ്റാണ് എന്നല്ല അമ്മച്ചി, ഉത്തരം ശരിയാണ്. അപ്പൊ 80,000 രൂപ കിട്ടി. ലോക്നാഥ് ബെഹ്റയാണ് അദ്ദേഹം. കൊച്ചിയിലുണ്ട്, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ആ പേര് കറക്റ്റ് എനിക്ക് ഞാൻ പറയുകയും ചെയ്തു ബി പോസ്റ്റ്. പക്ഷെ ആ TP സെൻകുമാർ വന്നാണ് എനിക്ക് ഡൗട്ട് ആക്കിയത്. എങ്ങാനും കുട്ടേട്ടൻ ആ TP സെൻകുമാറും ഈ ബെഹ്റേനെയും കൂടി അതിന് മുന്നേ ഇറങ്ങി. ലോക്നാഥ് ബെഹ്റയാണ് ലാസ്റ്റിൽ. അതാണ് എനിക്ക് ഡൗട്ട്. വിരമിച്ചതിന് ശേഷമാണ് കൊച്ചി മെട്രോ റെയിലിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയത്. നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക്, 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 1 ലക്ഷം. അമ്മച്ചി ഒന്ന് പിടിച്ചോളൂ, നമ്മൾ ഇനി അടുത്ത ലെവലിലേക്ക് പോവാണ്. അമ്മച്ചി നമ്മൾ ലെവല് മാറി, നെക്സ്റ്റ് ലെവൽ കുട്ടേട്ടാ. ലെവൽ 3. അപ്പൊ നിങ്ങളെ ഈ അഭിനയം ഒക്കെ നടത്തുമ്പോ വീട്ടിൽ എല്ലാരും ഉണ്ടല്ലോ അല്ലേ? ഓട്ടോറിക്ഷ ഓടിക്കുന്ന അപ്പച്ചൻ ഉൾപ്പെടെ എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും ഇതിനകത്ത് പാട്ടാ? അതെ 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 അല്ലേ? കുടുംബം മൊത്തം ഉണ്ട്. അയൽവാസികളെ കയറ്റുവോ? അയൽവാസികൾ ഇടയ്ക്ക് ചില റോളുകളിൽ രാധാമണി ചേച്ചി സുഭാഷിനിലും എല്ലാരും വരാറുണ്ട്. അപ്പച്ചൻ കൂടെ ഉണ്ടോ? അപ്പച്ചൻ ഇങ്ങോട്ട് വന്നില്ല. എന്ത് പറ്റി? ചെറിയ പ്രശ്നം. സ്ഥലം വിട്ടോ? അല്ലല്ല, അപ്പച്ചനും അമ്മച്ചിയും അതുകൊണ്ട് വന്നപ്പോ അതിനകത്തുണ്ടായി. ആ വീഡിയോയിൽ കാണിച്ചപ്പോ അപ്പച്ചൻ ഉണ്ടായിരുന്നു. അതെ, അപ്പച്ചനെ ഞങ്ങളൊരു പുതിയ വീട് പണിയുണ്ട്. ആ വീട് നനയ്ക്കാനായിട്ട് മുകളിൽ കയറിയതാണ്. അപ്പൊ അവിടെ നിന്ന് ചെറുതായിട്ട് സ്ലിപ്പായി താഴെ വീണു. നട്ടലിനൊരു പൊട്ടായിട്ട് നട്ടലിനൊരു 2ാം നിലയല്ല, ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ആദ്യത്തെ മെയിൻ അതിന്റെ മുകളിൽ കയറിയില്ല, അതിന്റെ മുമ്പ് വീണ്. വീണിട്ട് നട്ടലിന് ഒരു ചെറിയ പൊട്ടായിട്ട് 3 മാസം ബെഡ് റെസ്റ്റ് ആണ്. അപ്പൊ അമ്മിച്ച് അപ്പച്ചന്റെ ഒപ്പം നിന്നേക്കുന്നത്, അതാണ് വരാഞ്ഞത്. അപ്പൊ നമ്മൾ ഇനി 1 ലക്ഷം രൂപയുടെ ചോദ്യം. 1 ലാക്ക്. 1 ലക്ഷം. ലക്ഷം പിന്നാലെ. ഇത് കേട്ടില്ലേ അമ്മച്ചി കുട്ടിക്കാലത്ത്? ഓക്കെ, മോണിറ്റർ. ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ലോകത്താദ്യമായി 2018 ലോക മാനസികാരോഗ്യ ദിനത്തിൽ ബ്രിട്ടൻ ഏത് വകുപ്പിലാണ് മന്ത്രിയെ നിയമിച്ചത്? ഓപ്ഷൻ എ ആത്മഹത്യ തടയൽ, ഓപ്ഷൻ ബി വനിതാ വകുപ്പ്, ഓപ്ഷൻ സി ഭക്ഷ്യവകുപ്പ്, ഓപ്ഷൻ ഡി റോഡ് സുരക്ഷ, ഓപ്ഷൻ ഇ ലഹരി വിരുദ്ധ വകുപ്പ്. വിജയിച്ചാൽ 1 ലക്ഷം, തെറ്റിയാൽ 8000 രൂപ. ഒരു പിടിവള്ളി മാത്രം ബാക്കിയുണ്ട്. നമ്മളിവിടെ ചോദിക്കുന്നുണ്ടോ? ഇവിടെ ചോദിച്ചാലോ? അല്ലേ? അവിടെ ചോദിക്കാം. പാവങ്ങൾ കുറെ നേരമായിട്ട് ഇരിക്കുമല്ലേ? ഓക്കെ, അപ്പോ ജിൻസൺ തങ്കച്ചൻ ഒന്ന് വായിച്ചു കൊടുക്കൂ. ലോകത്ത് ആദ്യമായിട്ട് 2018 ലോക മാനസികാരോഗ്യ ദിനത്തിൽ ബ്രിട്ടൻ ഏത് വകുപ്പിലാണ് മന്ത്രിയെ നിയമിച്ചത്? 5 ഓപ്ഷൻസ്: ആത്മഹത്യാ വകുപ്പ്, വനിതാ വകുപ്പ്, ഭക്ഷ്യവകുപ്പ്, റോഡ് സുരക്ഷ ആൻഡ് ലഹരി വിരുദ്ധ വകുപ്പ്. ഏതിലായിരിക്കും? സാമാന്യ ബുദ്ധി വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ആത്മഹത്യ തടയലാണ് കേട്ടോ. വകുപ്പല്ല. കേട്ടില്ല? വനിതാ വകുപ്പ് എന്നാണ് പറഞ്ഞത്. വനിതാ വകുപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. ഓപ്ഷൻ എ ആത്മഹത്യാ തടയൽ. അത് പൂട്ടോ? പൂട്ടി. ഓപ്ഷൻ എ ആത്മഹത്യാ തടയൽ. എന്റെ അമ്മച്ചി പൂട്ടി. അമ്മച്ചി വളരെ ദുഃഖമുണ്ട്. ഐ എം വെരി സോറി. അമ്മച്ചിക്ക് നല്ല പ്രായമായി. എനിക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? ഞാൻ പിടിച്ചിട്ടുണ്ടല്ലോ. അമ്മച്ചി ഒന്ന് താങ്ങിക്കോളൂ. അമ്മച്ചി ഈ സാധാരണ അമ്മച്ചി ഈ അപകടം പിടിച്ച വല്ലതും കേട്ടാലേ സന്തോഷം. എന്തുവാ അമ്മച്ചിയുടെ റിയാക്ഷൻ? നീ പോടാ എന്നൊരുത്തിൻ്റെ ഇത് പറഞ്ഞില്ലേ? അതുപോലെ എന്തുവാ സങ്കടം വന്നാ എന്താ ചെയ്യുന്നത് അമ്മച്ചി? കരയും. എന്നിട്ട് കരയുന്ന ആളാണോ? ഇവിടെ അഥവാ ഉത്തരവും തെറ്റിപ്പോയി അമ്മച്ചി കരയൂ? ഇല്ല. പൈസ ഇത്തിരി കുറഞ്ഞു പോയി അമ്മച്ചി കരയൂ? ഇല്ല. ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ പറയട്ടോ? അമ്മച്ചി പറഞ്ഞ ഉത്തരം
ശരിയാണ്. അത് കൊള്ളാലോ. ഉത്തരം ശരിയാണ്. ഇനിയിപ്പോ മാറ്റി പറയാൻ പറ്റത്തില്ല അമ്മച്ചി. ഉത്തരം ശരിയാണ്. അതാണ് സൂപ്പർ സൂപ്പർ. അതാ കളി. ഓക്കെ, അമ്മച്ചി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെടുത്തി കേട്ടോ. അപ്പൊ 1 ലക്ഷം രൂപ കിട്ടി. ഇനി അപ്പൊ 2 ലക്ഷം രൂപയുടെ ചോദ്യം. അമ്മച്ചി പൈസക്ക് വല്ല ആവശ്യമുണ്ടോ ഇപ്പോ? പൈസക്ക് ആവശ്യമുണ്ട്. എന്തോ ആവശ്യം അമ്മച്ചിക്ക്? വേളാങ്കണ്ണി പോണോ? വേളാങ്കണ്ണി പോണം. പിന്നെ വേളാങ്കണ്ണി പോവാൻ ഞാൻ ശനിയാഴ്ച. അതെനിക്ക് മനസ്സിലായി. അമ്മച്ചിന് മോഹൻഡാനുണ്ടോ വേളാങ്കണ്ണി പോകുന്നത്? അപ്പൊ അവിടത്തേക്ക് പോണം, അതിന് ചെലവുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 2 ലക്ഷം രൂപ കിട്ടുമെന്ന് നോക്കാം. 2 lakhs മോണിറ്റർ. ഇനി പറയുന്നതിൽ ആരാണ് ക്രേവിൻ എന്ന പേരിൽ ബനാന ചിപ്സ് പുറത്തിറക്കാൻ ആരംഭിച്ചത്? ഓപ്ഷൻ എ KCB, ഓപ്ഷൻ ബി KSRTC, ഓപ്ഷൻ സി കേരള ബ്ലാസ്റ്റേഴ്സ് FC, ഓപ്ഷൻ ഡി മുംബൈ ഇന്ത്യൻസ്, ഓപ്ഷൻ ഇ KSF. ക്രേവിൻ എന്ന പേരിൽ ബനാന ചിപ്സ്, ഏത്തക്ക ചിപ്സ്. അമ്മച്ചി അച്ചാറിനടുത്ത് ഇടയ്ക്ക് ഏത്തക്ക ചിപ്സ് വല്ലതും നോക്കിയായിരുന്നു? വിജയിച്ച 2 ലക്ഷം, തെറ്റിയാൽ 10,000 രൂപ, പിന്മാറിയാൽ 50,000 രൂപ. 1 ലക്ഷം. അമ്മച്ചിക്ക് എല്ലാം സന്തോഷവും അല്ലേ? മുന്നോട്ട് പോയാലും കൊള്ളാം, പിന്മാറിയാലും കൊള്ളാം. ഉത്തരം അറിയാൻ പാടില്ല. ഇല്ല. അപ്പൊ പിന്നെ എന്തോ ചെയ്യും? ബനാന ചിപ്സ് പുറത്തിറങ്ങിയല്ലേ? മുക്കാലാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ബനാന ചിപ്സ് ഒന്നും പുറത്തിറക്കാനുള്ള സമയമില്ല. ബനാന പറഞ്ഞ KSFക്കാർക്ക് ചിട്ടി നടത്താനുള്ള സമയമില്ല. KSRTCക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ചിലപ്പോൾ KSRTC ലാഭത്തിലാക്കാൻ വേണ്ടിട്ട് ഇനി വല്ല പരിപാടി ചെയ്തായിരിക്കും. KSRTC ബസ്സുകാരെ കറക്കി കുത്തരുത്. കറക്കി കുത്തിയാൽ ചിലപ്പോ അബദ്ധമായി പോകും. അത് കേട്ടോ അമ്മച്ചി? ചിലപ്പോ നമ്മളിങ്ങനെ കറക്കി കുത്തിട്ട് ഒരു കുത്തുമ്പോഴേ ചിലപ്പോ നെഞ്ചത്ത് കയറിയുള്ള കുത്തായി. പിന്മാറിയാലേ അമ്മച്ചി പിന്മാറുവാണോ? പിന്മാറണില്ല. പറഞ്ഞു നോക്ക്. 2 ഉത്തരം അറിയാൻ മനീഷ് അതിന് പരിപാടിയുണ്ട്. 2 ഉത്തരത്തിൽ പണം പങ്കിട്ട് വെച്ച് കളിക്കാം. ഈ 2 ലക്ഷം അറിയാൻ പാടില്ല. അറിയാൻ പാടില്ല, പിന്നെ രക്ഷയില്ല. ഓക്കെ, അപ്പൊ പിന്നെ എന്താ തീരുമാനിക്കുന്നത്? പിന്മാറ. അപ്പോ ജിൻസൺ തങ്കച്ചൻ ആൻഡ് മേരി ജോസഫ് അമ്മച്ചി, നിങ്ങൾ 2 പേരും ഈ മത്സര വേദിയിൽ നിന്ന് പിന്മാറുന്നു. ഓക്കെ, അപ്പോൾ 1.5 ലക്ഷം രൂപ കയ്യിൽ. അമ്മച്ചി 1.5 ലക്ഷം രൂപ കയ്യില്. ഓക്കെ, കൊള്ളാമോ? വലിയ നഷ്ടമില്ല അല്ലേ? ഓക്കെ, ഇനി ഒരു ഉത്തരം പറഞ്ഞു അമ്മച്ചി. KSRTC. അത് വണ്ടി ഓടിച്ചു പോട്ടെ. തെറ്റാണ് ഉത്തരം. കേരള ബ്ലാസ്റ്റേഴ്സ് FC ആണ്. അവർക്ക് അതിനുള്ള സമയം കിട്ടും. ഓപ്ഷൻ സി കേരള ബ്ലാസ്റ്റേഴ്സ് FC ആണ്. ഓക്കെ, അപ്പൊ ഉത്തരം കേരള ബ്ലാസ്റ്റേഴ്സ് FC. അപ്പൊ 1.5 ലക്ഷം രൂപ കിട്ടി. അമ്മച്ചി അച്ചാറൊക്കെ നല്ല പൊടി പൊടിക്കട്ടെ. ഇനി കുറച്ചുകൂടെ ചെലവാകും അച്ചാറ്. ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിക്കട്ടെ. മമ്മൂക്കൊക്കെ വിളിച്ചാ പോണം കേട്ടോ. നൻപകൽ നേരത്ത് മയക്കോ ഏത് സിനിമയായിരുന്നു? അതിനല്ലേ കിട്ടിയത്? എന്നിട്ട് വേണ്ടാന്ന് വെച്ചു. അമ്മച്ചിയുടെ കോൾ ഷീറ്റ് കിട്ടണ വലിയ പാട് തന്നെ അല്ലേ? ഓക്കെ, റെഡി. അപ്പൊ ഇനി അഭിനയം പകർത്തോണം. അപ്പൊ അമ്മച്ചി ഒരു കുറെ കാലം ജീവിച്ച് കുറെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് നല്ല പിള്ളേരെയൊക്കെ നേരെയാക്കി, ഇവരെയൊക്കെ നേരെയാക്കിയിട്ട് വേണം അമ്മച്ചു അല്ലേ? നമുക്കൊന്ന് കാണണം പിന്നീട്. ഒരു വീഡിയോ ഒന്നിച്ച് അഭിനയിക്കണം. ഓക്കെ, റെഡി. ജിൻസൺ തങ്കച്ചന് വളരെ സന്തോഷം. താങ്ക് യു ഫാമിലി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മത്സരം അവസാനിക്കുന്നു. 1.5 ലക്ഷം രൂപ ബാക്കിയുണ്ട്. നമ്മളിപ്പോ താഴോട്ട് പോകുന്നു. അമ്മച്ചി ഒന്ന് പിടിച്ചോളൂ. ഓക്കെ, Level 1. ഹലോ. 1.5 ലക്ഷം രൂപയുടെ ചെക്ക് ചെയ്യാനും ഒപ്പിടുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അമ്മച്ചി വന്നിട്ട് ഈ ചെക്കൊക്കെ വാങ്ങിച്ച് നമുക്ക് അമ്മച്ചിയുടെ കൈ കൊടുക്കുമ്പോ എനിക്ക് ഒരു സന്തോഷമാണ് അല്ലേ? ഓക്കെ, നല്ല കാഴ്ചയാ അല്ലേ? പൂജയൊക്കെ നോക്കി എത്ര ഉണ്ടെന്ന്. എത്ര പൂജയുണ്ട്? 4 പൂജ്യം മതി 50,000. നോക്കി ഒന്ന് നോക്കി. അത്രേ ഉള്ളല്ലോ, കൃത്യമുള്ളല്ലോ. ഓക്കെ, അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് താങ്കളുടെ ഇരിക്കും. സൂക്ഷിച്ചു നോക്കുക ഇതിൽ പങ്കെടുത്തില്ല. അപ്പൊ അമ്മച്ചി വളരെ സന്തോഷം. ഓക്കെ, സൂപ്പർ ആയിരിക്കണം. അല്ല അച്ചാറൊക്കെ കിടിലമാക്കട്ടെ. അപ്പൊ താങ്ക് യു.
അമ്മാമ്മയുടെ കൊച്ചുമോൻ ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുന്നു. അമ്മാമ്മയും കൊച്ചുമോനും യാത്രയാകുന്നു. മറ്റൊരു മത്സരാർത്ഥിയുമായി ഇനി നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.